എന്റെ പ്രിയപ്പെട്ട ഉമറേ, അല്ലാഹുവിന്റെ പള്ളിയിലേക്കൊന്ന് ഓടിപ്പോയിക്കൊണ്ട് നമസ്കരിക്കാ നിനക്ക് എന്തുകൊണ്ടാ കഴിയാതെ പോകുന്നത്? യുവത്വം റബ്ബിന് വേണ്ടി കൊടുത്തു, റബ്ബിന് വേണ്ടി കൊടുത്തു. റളിയല്ലാഹു തആല അൻഹു ആരും കേൾക്കാത്തവരില്ല. മണിയറയുടേതായിട്ടുള്ള മറുമണം വിട്ടു മാറുന്നതിന് മുമ്പ്, ആ മണിയറയുടെ സുഗന്ധം വിട്ടു മാറുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് സംസാരിച്ചു കൊണ്ട് ഉല്ലസിച്ചു കൊണ്ടിരുന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു, യുദ്ധത്തിന്റെ ഭൂമിയിലേക്ക് വിളിക്കുകയാ. റളിയല്ലാഹു തആല അൻഹു ഭാര്യന്റെ പുറത്തുനിന്ന് പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ഓടുകയാ. എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, നിന്നെ ഇവിടെ നിട്ടെറിഞ്ഞിട്ട് പോകാൻ എനിക്ക് ആശയുള്ളത് കൊണ്ടല്ല, നിന്നെ എനിക്കിവിടെ ഇന്ന് നമ്മുടെ മണിയറയിലിട്ടിട്ട് ആദ്യ രാത്രി നിന്നെ വിഷമിപ്പിക്കാ ഈയുള്ള ഹല്ലലാക്കുന്ന കഴിയില്ല മോളെ, ഈയുള്ള ഹല്ലലാക്കുന്ന കഴിയില്ല മോളെ. പക്ഷേ എന്റെ ഹബീബിന്റെ വിളിയാളം മുഴങ്ങി കേൾക്കുകയാ, എന്റേതായിട്ടുള്ള റസൂലുള്ളാഹിന്റെ വിളിയാളം മുഴങ്ങി കേൾക്കുകയാ. അതുകൊണ്ട് നീ ഇവിടെ ഇരുന്ന് പോയാ, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോയാ, അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കൊണ്ട് നിന്നോട് സംസാരിച്ചു പോയാ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, നിന്റെ വിഷമം എനിക്കറിയാം എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, നിന്റെ മനസ്സിന്റെ വേദന എനിക്കറിയാം. പക്ഷേ എങ്ങനാ പൊന്നുമോളെ പോകാതിരിക്കുക, എങ്ങനാണ് പോകാതിരിക്കുക? എന്റെ മദീനത്തിന്റെ മണവാളനായ ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ ഓ റസൂലുള്ളാഹി തങ്ങളെ വിളിക്കുമ്പോ എന്റെ യുവത്വം എന്റെ പ്രിയപ്പെട്ട പെണ്ണ് ഇവിടെ ഞാൻ തച്ചുടച്ചു കളഞ്ഞു പോയാ, ഈ ദുനിയാവിന്റെ നിശ്ചലമാക്കപ്പെട്ട സുഖം മാത്രം കഴിഞ്ഞു പോയാ എന്റെ പൊന്നുമോളെ, മഹ്ശറയാകുന്ന കോടതിയിലേക്ക് ചൊല്ലുമ്പോ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ ഈയുള്ള ഹല്ലല അവന്റെ യുവത്വം എന്തിനു വേണ്ടി ചിലവഴിച്ചെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം കളിതമാശകൾ പറഞ്ഞുകൊണ്ട് ഈ ഹല്ലല എല്ലാം കൊടുത്തെന്ന് പറയാ. ഈ ഹല്ലലാക്കുന്ന കഴിയില്ല മോള്, അതുകൊണ്ട് ഞാൻ പോവുകയാ. ഇൻഷാ അല്ലാഹ് തിരിച്ചു വരാ. എനിക്ക് അല്ലാഹു എനിക്ക് ആഫിയത്ത് നൽകുമെങ്കിലോ ആ യുദ്ധത്തിന്റെ പടകത്തൊരിയില് ആരുടെയും വാളിൻ്റെതായിട്ടുള്ള തലഭാഗം കൊണ്ടിട്ട് ഈ ഹല്ലല ശഹീദായി പിടഞ്ഞു വീണിട്ടില്ല എങ്കിൽ എന്റെ പൊന്നുമോള് ആദ്യം ഞാൻ ഓടി വരുന്ന എന്റെ പൊന്നുമോളെ നിന്റെ അടുക്കലേക്കായിരിക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലല റളിയല്ലാഹു തആല അൻഹു ജനാബത്താണെന്നുള്ള കാര്യം പോലും ഓർക്കാതെ ഇലാ ഹദറത്തി റസൂലില്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ആരോ ഒരാള് ചാടി വീഴുകയാ. ഒരു കുതിരക്കുട്ടിയെ പോലെ ചാടി വീണിട്ട് ആളുകളുടെ തലഭാഗവും കഴുത്തുകളും മരിഞ്ഞരിഞ്ഞ് വീഴ്ത്തുകയാ. ഹല്ലല റളിയല്ലാഹു തആല അൻഹു അത് വേറെ ആരുമല്ല. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ പേടിക്കണ്ട. ഇതേപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കാ നിങ്ങൾ ഇതിനു വേണ്ടി കൊടുത്തിട്ടുള്ള സമയമില്ലേ? ഇതിന് വേണ്ടി നിങ്ങൾ ചിലവഴിച്ചിട്ടുള്ള സമയമില്ലേ? ഇത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമുള്ളതാ. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇതേപോലെ ഈ മുഗ്രാൽ പുത്തൂരില് എത്രയോ ഹല്ലലമാരെ സൃഷ്ടിക്കാ എന്റെ പ്രിയപ്പെട്ട യുവാക്കൾക്ക് കഴിയും. ഒരുപാട് ഹല്ലലമാരെ സൃഷ്ടിക്കാൻ കഴിയും, ഒരുപാട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾമാരെ സൃഷ്ടിക്കാൻ കഴിയും. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ സ്വഭാവം ഇവിടെയുള്ള എന്റെ പ്രിയപ്പെട്ട യുവാക്കൾക്ക് വീണ്ടെടുക്കാൻ കഴിയും. അതിനു വേണ്ടിയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു തആല കബൂലാക്കുക. ആത്മാർത്ഥമായിട്ട് ആമീൻ പറ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതുകൊണ്ടാണ് നമ്മുടെ യുവത്വം എന്റെ പ്രിയപ്പെട്ടവർ അവർക്ക് വേണ്ടി മാത്രമല്ല മുഴുവൻ ആളുകളോട് ഞാൻ പറഞ്ഞതാണ്, എന്റെ സഹോദരങ്ങളെ, നമ്മുടെ യുവത്വം അല്ലാഹു തആല ചോദിക്കും. നമ്മുടെ മുസൽമാന്റെ ജീവിതം എന്നുള്ള വിഷയത്തിൽ പെട്ടതാണ് നമ്മുടെ യുവത്വവും. എന്റെ പ്രിയമുള്ളവരെ, ആ യുവത്വം നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പോയി കഴിഞ്ഞാൽ ഇന്നുള്ള ചില ചെറുപ്പക്കാർ ചെയ്യുന്നത് പോലെ വിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ഹയ്യ അലസ് സ്വലാ എന്നുള്ള വിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ധ്വനി അവന്റെ കർണപടങ്ങളിലേക്ക് അടിച്ചു കയറുമ്പോ ഓടാറുണ്ട്. എവിടേക്കാ? അല്ലാഹുവിന്റെ പള്ളിയിലേക്കല്ല, അല്ലാഹുവിന്റെ പള്ളിയിലേക്കല്ല. എത്രയോ ചെറുപ്പക്കാര് പ്രിയപ്പെട്ട മാതാവിനെ പിതാവിനെ നൊമ്പരപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചിരിക്കുന്ന രക്ഷിതാക്കളെ തെറി പറഞ്ഞുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് ഒരു ദിവസം പോലും കണ്ണുനീരിലാക്കാൻ ഏതെങ്കിലും ഒരു യുവാവുന്നുണ്ടോ? സ്വന്തം
ഉപ്പയെ നല്ലതുപോലെ പോറ്റി വളർത്തിയ മുസൽമാന്റെ ജീവിതത്തിൽ പെട്ടതായത് ഉമ്മയും ഉപ്പയും ബഹുമാനിക്കണമെന്ന് എന്നുള്ളൊരു കാര്യം. ഇന്ന് എത്ര പേരാ ഉപ്പയോട് സ്നേഹത്തോടെ ഒന്ന് പെരുമാറുക? എത്ര ചെറുപ്പക്കാരാ എന്റെ ഉമ്മയാണ് സുഖമില്ലാതെ കിടക്കുന്നത്, അതുകൊണ്ട് എന്റെ ഉമ്മയോട് എനിക്ക് സ്നേഹം വേണം, എന്റെ ഉമ്മാൻ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറയുന്ന എത്ര ചെറുപ്പക്കാരൻ എന്റെ ഭൂമി ലോകത്തുണ്ട്? കൂടിപ്പോയാൽ വിരലിൽ എണ്ണാവുന്ന ആളുകൾ. ഞാൻ പറയാ, ഒരു ചെറിയൊരു ഉദാഹരണം പറയാ. എല്ലാത്തിനും നമ്മൾ മുൻപന്തിയിലാ. സദഖ ചെയ്യാനും നമസ്കരിക്കാനും ദിക്റിനൊക്കെ നമ്മളൊക്കെ മുൻപന്തിയിലാണ്. പക്ഷേ ഇങ്ങനെ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. പണ്ടൊരു ഉമ്മ ഒരു ഉസ്താദിനെ വിളിച്ചു പറഞ്ഞു, ഉസ്താദെ നാളെ നിങ്ങൾ നേരം വെളുക്കും എന്റെ വീട്ടിലേക്ക് വരണം. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കിണർ കുഴിക്കാൻ, അതുകൊണ്ട് ആ കിണർ കുഴിക്കുമ്പോ ഉസ്താദ് എന്റെ കിണറ്റിന് സ്ഥാനം കാണിച്ചാണ്. ഉസ്താദിന് കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ നേരം വെളുക്കും നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങൾ ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഉസ്താദ് വീട്ടിൽ എത്തി. മുമ്മ കുറ്റിയൊക്കെ റെഡിയല്ലേ? ആ കുറ്റിയൊക്കെ റെഡിയാണ്. കുറ്റി എടുത്തു കൊടുത്തു, നല്ല മുനയൊക്കെ വെച്ച് കുറ്റി എടുത്തു കൊടുത്തു പറഞ്ഞു, ഉസ്താദെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം നോക്കിയിട്ട് വെച്ചാൽ മതി, അവിടെ ഇൻഷാ അല്ലാഹ് നമ്മൾ കിണർ കുഴിക്കും. ഉസ്താദ് ബിസ്മില്ലാ, ഇവിടെ തന്നെ ആയോല്ല, ഇവിടെ തന്നെ കുഴപ്പമില്ല, ഉസ്താദിന്റെ ഇഷ്ടം പോലെ. ഉസ്താദ് കുറ്റി എടുത്തു കൊടുത്തു, അല്ല പിന്നെ ഉമ്മുമ്മ ഒരു കുറ്റി എടുത്തു കൊടുത്തു. ഉസ്താദ് ബിസ്മിയും പറഞ്ഞ് ആദ്യം ഒരു അടി അടിച്ചു, രണ്ടാമത് ഒരു അടി അടിച്ചു, മൂന്നാമത് ഒരു അടി അടിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് വെള്ളം പൊട്ടിയങ്ങ് തെറിച്ചു. ഉമ്മുമ്മ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്ര അടിക്ക് പെട്ടെന്ന് വെള്ളം വരുമെന്ന്. ഉടൻ തന്നെ ഉമ്മുമ്മ ഉസ്താദിനോട്, ഉസ്താദ് പോയി കഴിഞ്ഞാൽ ഉടൻ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടുന്ന് കിണർ കുത്താലോ. ഉസ്താദ് പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ അവിടെ ഉപ്പമാരുടെ അടുത്ത് പറഞ്ഞാൽ മതി, ഇവിടുത്തെ മണ്ണെന്ന് മാറ്റാൻ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഉസ്താദ് പോയതിന്റെ പിറകിന് ഉമ്മുമ്മ പറഞ്ഞു, ഉപ്പ നിങ്ങൾ ഇവിടുത്തെ മണ്ണെന്ന് മാറ്റണമെന്ന് പറഞ്ഞു. ഉസ്താദ് കുറ്റി അടിച്ചതിന്റെ അവിടുത്തെ മണ്ണ് ഉമ്മുമ്മ പറഞ്ഞതിന്റെ പിറത്ത് ഉപ്പ അങ്ങോട്ട് മാറ്റി നോക്കി, മൺവെട്ടി വെച്ച്. അപ്പോൾ ഉസ്താദ് കുറ്റി അടിച്ചിട്ട് പോയത് അടിയിൽ കൂടെ പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു, വെള്ളം പോകുന്ന പൈപ്പ് ലൈൻ, അതിന്റെ പുറത്ത് അടിച്ചിട്ട് പോയത്. അപ്പോൾ ഇതേപോലെ അപ്പൊ ഉമ്മുമ്മ അൽഹംദുലില്ലാഹ് എന്റെ 500 പോയി, എന്റെ 1000 രൂപയും പോയി. 500 രൂപ വെച്ചിരുന്ന ഉമ്മുമ്മ ഉസ്താദ് ഒറ്റയടിക്ക് വെള്ളം കണ്ടപ്പോൾ 1000 രൂപ എടുത്തു കൊടുത്തു. സദഖ ഉമ്മുമ്മക്ക് വലിയ ഇഷ്ടായി. ഇതൊക്കെ നല്ലതാണ്, സദഖയെല്ലാം നല്ലതാ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയട്ടെ, നേരം വെളുത്തു കഴിഞ്ഞാ ഒരു ചിന്ത മുസൽമാനെ നിന്റെ ജീവിതത്തിൽ വരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു തആല കാലഘട്ടത്തെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയാ, ഇന്നൽ ഇൻസാന ലഫീ മനുഷ്യർ മുഴുവനും പരാജയത്തിലാ. അള്ളാഹുവിന്റെ വാക്കെത്രയോ യാഥാർത്ഥ്യമാണല്ലോ. ഇന്നു നേരം വെളുത്ത് കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ തസ്ബീഹ് മാലെടുത്തുകൊണ്ട് മാത്രം സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ട് കാര്യമായില്ല, സുബ്ഹാനല്ലാഹ് മാത്രം ചൊല്ലിയിട്ട് കാര്യമായില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ചൊല്ലിയിട്ട് കാര്യമായില്ല. നിന്റെ മനസ്സുദ്ധിയുള്ളതാകണേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. എന്റെ ഉപ്പമാര് ബാങ്ക് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ഓടാറില്ലേ? ഓ, പള്ളിയിലേക്കൊന്ന് പോയിരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലുന്ന, ആ പള്ളിയിലേക്കൊന്ന് പോയിരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്ന എന്റെ ഉപ്പ, നിന്റെ നമസ്കാരത്തിലൂടെ ആ പ്രഭാതം പൊട്ടി വിടരുമ്പോ നിനക്ക് നമസ്കാരത്തിലേക്ക് അല്ലാഹു നിന്നെ വിളിക്കുമ്പോ മുസൽമാന്റെ ഒന്നാമത്തെ കടമ എന്തെന്നറിയോ? ഓടി അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് പോകല. ആ പള്ളിയിൽ പോയിരുന്നു കൊണ്ട് നമസ്കാരം കഴിഞ്ഞിട്ട് ചങ്കൂറ്റമുള്ള ഏതൊരു ചെറുപ്പക്കാരായാലും ഏതൊരു ഉപ്പമാരായാലും എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരാണെങ്കിൽ വീട്ടിന്റെ കത്തട്ടിൽ ഇരുന്നു കൊണ്ട് മുസല്ലാ വിരിച്ചുകൊണ്ട് നല്ലതുപോലെ ഖുർആൻ ഓതുന്ന പെണ്ണേ, യാസീൻ ഓതുന്ന പെണ്ണേ, തസ്ബീഹ് ചൊല്ലുന്ന പെണ്ണേ. ഇന്ന് എത്ര പെണ്ണുങ്ങളായി ഇതേപോലെ തസ്ബീഹ് ചൊല്ലുക എന്ന് വിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന ഓ സമയത്ത് പോലും ടിവിയും ഓഫാക്കാതെ ഇന്ന് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയ്ക്ക് വാള് വെക്കുമ്പോ ഇന്നെന്തുകൊണ്ടാ ഇന്ന് വാള് കേൾക്കാൻ ആളില്ലാത്തത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഞാൻ എന്ന് ചോദിക്കട്ടോ, എന്റെ പെണ്ണേ, മുസൽമാന്റെ ജീവിതം എന്നുള്ളതല്ലേ? ആയിഷാന് പേരിട്ടിട്ട് കാര്യമായില്ല, ഖദീജാന് പേരിട്ടിട്ട് കാര്യമായില്ല, ലോകത്തിന്റെ നേതാവിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ പേര് മാത്രം ഇട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല. എങ്ങനാ പെങ്ങളെ നിങ്ങൾക്കൊന്ന് മനസ്സ് വരിക? ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റഹ്മഹുല്ലാഹ് കിടന്നുറങ്ങുന്ന ഈ നാട്ടിന്റെ ഉടമസ്ഥകളായ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മാലിക് ദീനാർ തുടങ്ങിയിട്ട്
കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നൂറുകണക്കാന സഹാബാക്കൾ കിടക്കുന്ന, ആയിരക്കണക്കാന സൂഫിവര്യന്മാര് കിടക്കുന്ന ഈ സുന്ദരമാക്കപ്പെട്ട നാട്ടിലൂടെ അനാചാരത്തിന്റെ വൃത്തികേടിലേക്കൊന്ന് പോകാ. എന്റെ പെങ്ങളെ, നിന്റെ മനസ്സിനെ നീ കൊടുത്തു പോകല്ലേ, നിന്റെ ആയുസ്സിനെ നീ കൊടുത്തു പോകല്ലേ. അതുകൊണ്ട് നമസ്കാരത്തിന് വേണ്ടി വിളിക്കുമ്പോ എന്റെ ഉപ്പ അല്ലാഹുവിന്റെ പള്ളിയിലേക്കൊന്ന് പോയിരുന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് സലാം വീട്ടിയിട്ട് എഴുന്നേറ്റ് ഓടല്ലേ പ്രിയപ്പെട്ടവരെ. മുസൽമാനാണെങ്കിൽ അവൻ അവിടെ പോയിരുന്നു കൊണ്ട് നമസ്കരിക്കും. ഇമാമൻ ജമാഅത്തായിട്ടൊക്കെ നമസ്കരിക്കുന്നതുപോലെ നമസ്കരിച്ചു കഴിഞ്ഞാലോ പനിനീരിൽ പരിശുദ്ധ പരിമളം പരത്തുന്ന പങ്കജ റസൂലുള്ളാഹ് പറഞ്ഞുവല്ലോ, പരിശുദ്ധ നബിയോരേ പരിപൂർണ തണിയോരേ അഹദബൽ കനിഞ്ഞുള്ള നബിയുള്ളാവേ. ആഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ നമസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഓടരുത്. നമ്മുടെ നാടുകളിൽ മുഴുവൻ അപകടങ്ങളാണ്. നമ്മുടെ നാടുകൾ തന്നെ ഇവിടെ വന്നപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട മുസ്താഖ് ഉസ്താദ് എന്നോട് പറഞ്ഞു, ഉസ്താദെ നമ്മുടെ നാടുകൾ വല്ലാത്തൊരു അപകടങ്ങൾ സംഭവിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാരെ ഒക്കെ അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഉറക്കെ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയും. എനിക്കൊരു പവറല്ല, നിങ്ങൾക്ക് ആ പവർ. അള്ളാഹു നമ്മുടെ യുവാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഓടരുത്. ഒരു മുസ്ലിമായ ഒരു വ്യക്തി എഴുന്നേറ്റ് ഓടരുത്, അവിടെ ഇരുന്ന് കൊണ്ട് പൊട്ടിക്കരയണം. നമസ്കാരം കഴിഞ്ഞ പെട്ടെന്നല്ലേ മൂട്ടിൽ തീ പിടിച്ച മാതിരി ചില ആൾക്കാർ ഒറ്റ ഓട്ടാണ്. ഇതൊന്ന് മാറ്റിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലുഹാ والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى. നമസ്കാരം കഴിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഓടരുത്. ഇതിനുള്ള മാതൃകയാരാ? ഒരിക്കൽ പോലും കളവ് പറയാത്ത മദീനത്തിന്റെ മണവാള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനത്തിന്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ. 140 കോടി മുസൽമാന്റെ ചങ്കിലച്ചോരയായ കരളിന്റെ കാതലായ കണ്ണിലുണ്ണിയായ മദീനത്തെ വസന്തമേ, ഓ വസന്തത്തിൽ വിരിഞ്ഞ പനിനീരേ, ഓ പനിനീരിൽ വിരിഞ്ഞ പരിമളമേ, ഓ പരിമളത്തിൽ വിരിഞ്ഞ സുഗന്ധമേ, ആ സുഗന്ധത്തിൽ വിരിഞ്ഞ നർമ്മണമേ, ഒരിക്കൽ പോലും മനസ്സിന്റെ മണിയറയിൽ നിന്ന് മാഞ്ഞു പോകാതെ മറയാതെ മലീമസമാകാത്ത മടിത്തട്ടിൽ കിടക്കുന്ന ലോകത്തിന്റെ പുന്നാര നബിയേ, സയ്യിദുൽ കൗനൈൻ അനീസുൽ ഗരീബി റഹ്മത്തുൽ ലിൽ ആലമീൻ റാഹത്തുൽ ലിൽ ആശിഖീൻ സിറാജുസ് സാലിഖീൻ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങൾ ഒരു ദിവസം ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ, ഇന്ന് എനിക്ക് നിന്റേതായിട്ടുള്ള സമയം എനിക്ക് വേണ്ടി തരണം. കേട്ടോ എന്റെ ഉപ്പമാര് കേട്ടോ, ഇന്ന് നിന്റെ സമയം എനിക്ക് വേണ്ടിയിട്ട് തരണം. ആയിഷ ബീവി പറഞ്ഞു, കുഴപ്പമില്ല നബിയെ, അങ്ങക്ക് വേണ്ടി എന്ത് ഞാൻ തരും, എന്ത് സമയം വേണമെങ്കിലും തരും. അന്ന് ആയിഷ ബീവിയുടെ ഊഴാൻ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേറ്റ് പോവുകയാണ്. ആയിഷ ബീവി നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലുള്ളാഹിനെ കാണുന്നില്ല. ആയിഷ ബീവി കിടന്നുറങ്ങുന്ന സ്ഥലത്തെന്തോ കാലിൽ വെള്ളം ഇങ്ങനെ തട്ടുകയാണ്. എവിടെന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്? എവിടെന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ എഴുന്നേറ്റ് കൊണ്ട് പോവുകയാ. ഈ വെള്ളം ഒഴുകി
എനിക്ക് വരുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെന്നുകൊണ്ട് നോക്കുമ്പോ ഒരു കുറ്റവും ചെയ്യാത്ത, ഒരു വൃത്തികേടും ചെയ്യാത്ത നമ്മുടെ മനസ്സിന്റെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ നബി തങ്ങൾ പൊട്ടിക്കരയുകയാ, നമസ്കാരത്തിൽ കിടന്നുകൊണ്ട് കരയുകയാ. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. നബിയേ, അങ്ങ് എന്ത് ചോദിച്ചാലും ഞാൻ തരുമെന്ന് അല്ലാഹു തആല പറഞ്ഞുവല്ലോ. അങ്ങനെയുള്ള റസൂലുള്ളാഹി തങ്ങൾ നമസ്കാരത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കരച്ചിൽ കണ്ടുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ലിഅന്നഹു ഖുബില. ഈ റസൂലുള്ളാഹി വഫാത്താകുമോ, ഈ അല്ലാഹുവിന്റെ റസൂൽ വിട പറഞ്ഞു പോകുമോ എന്ന് പോലും പേടിച്ചു പോയെന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറയാ, നമസ്കാരം കഴിഞ്ഞ നബി തങ്ങൾ ദുആ ചെയ്യാതെ എഴുന്നേറ്റ് ഓടാറില്ല. ഇന്ന് അപകടങ്ങൾ സംഭവിക്കുന്നില്ലേ, ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നില്ലേ, ഒരുപാട് പ്രയാസങ്ങൾ സംഭവിക്കുന്നില്ലേ, വാഹനങ്ങളുടേതായിട്ടുള്ള ഇടയിൽ പോയി പിടഞ്ഞു വീഴുന്നില്ലേ എന്റെ ചെറുപ്പക്കാരാ. ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടാ നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കൊണ്ട് എഴുന്നേറ്റ് ഓടല്ലേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അവിടെ ഇരുന്നിട്ട് റബ്ബേ فإذا فرغت فانصب وإلى ربك فارغب. നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ നീ നിന്റേതായിട്ടുള്ള നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ നീ ഒന്ന് ഉഷാറായിട്ടിരിക്കണം. വഇലാ റബ്ബിക ഫർഗബ്, നിന്റെ റബ്ബിലേക്ക് നീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖേദിച്ച് നിന്റെ ജീവിതത്തിന് ആവശ്യമുള്ള മുഴുവൻ അല്ലാഹുവേ, എന്റേതായിട്ടുള്ള മുഗ്രാല് പുത്തൂരുള്ള എന്നെ പോലെ ആയുസ്സുള്ള എന്റേതേ പ്രായമുള്ള എന്നോടൊപ്പം കളിതമാശകൾ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എന്നെ വിട്ട് പിരിഞ്ഞല്ല റബ്ബേ. ഇതേപോലെ എനിക്കൊരവസ്ഥ വരുത്തല്ലേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയെ കണ്ണുനീരിലാഴ്ത്തുന്ന ഒരു രോഗം വരുത്തല്ലേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തുകൊണ്ടാ നമുക്കൊന്ന് സമയമില്ലാതെ പോകുന്നത്? അതുകൊണ്ട് എഴുന്നേറ്റ് ഓടാതെ അപകടങ്ങൾ വരാതിരിക്കാ, പ്രിയപ്പെട്ട ഉപ്പാക്കുമ്മാക്ക് രോഗം വരാതിരിക്കാ, പൊട്ടിക്കരയാ ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരി മഗ്രാര് പുത്തൂരിലുണ്ടെങ്കിൽ എന്റെ മുസ്ലിം യുവാക്കളെ, ഒരു മുസൽമാന്റെ ആദ്യത്തെ കടമയതാണ് അവന്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ മാറാ, ബുദ്ധിമുട്ടുകൾ മാറാ, കഷ്ടപ്പാട് മാറാ, ആവലാദികൾ മാറാ. അവൻ ദുആ ചെയ്യട്ടെ. ലോകത്തിന്റെ നേതാവേ മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്ത് പറക്കല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അല്ലാഹുവേ, ഈ സദസ്സിൽ ഇരുന്നുകൊണ്ട് ഉറക്ക സ്വലാത്ത് ചൊല്ലുന്നവരെ നാളെ അല്ലാഹുവേ ആ മനുഷ്യന്റെ പേര് ഉറക്ക ചൊല്ലി വിളിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാനേ. നീ സ്വർഗം നൽകണേ റഹ്മാനേ. സഹോദരങ്ങളെ, ഷമീർ ദാരിക്കുള്ള വായിൽ ഒന്നും കിട്ടൂലെന്നറിയാം, എന്നാലും ഒരു ദുആയെങ്കിലും പോയാൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, എന്റെ പ്രിയപ്പെട്ട സ്വഭാവത്തെ, നിങ്ങളുടേതായിട്ടുള്ള യുവത്വകാലത്തിൽ ഒരു സെക്കൻഡ് പോലും നിങ്ങൾ അല്ലാഹ്ക്ക് വേണ്ടി കൊടുക്കാതെ മാറ്റിവെക്കരുത്. കാരണം റബ്ബിന്റെ അടുക്കലേക്ക് നിങ്ങൾ പോയി കഴിയുമ്പോ നിങ്ങളുടെ യുവത്വത്തെ കുറിച്ച് ചോദിക്കുമ്പോ ഒരു നീ യഥാർത്ഥമായിട്ട് മുസൽമാനാണെന്ന് പറയുന്നല്ലോ, പക്ഷേ മുസൽമാനാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് നിന്റെ റബ്ബിന് വേണ്ടി കൊടുത്തെന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ലാതെ കൈയും കെട്ടിയിട്ട് തലകുനിച്ച് നിൽക്കുന്ന ഒരാളുടെ കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കൾ പെട്ടുപോകാൻ പാടില്ല എന്ന് ലോകത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് സ്വഹാബത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. ഇന്നേവരേക്ക് എന്റെ മുമ്പിലിരിക്കുന്ന മഗ്രാല് പുത്തൂരുകാരും ഈ ലോകത്തിന് കടന്നു വരാനിരിക്കുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിലേക്ക് ഊതാനിരിക്കുന്ന ആ സമയം വരെ ഈ ലോകത്താരൊക്കെയാണോ കടന്നു വരിക, ആ കടന്നു വരുന്ന മുഴുവൻ അല്ലാഹുവിന്റെ റസൂൽ പറയാ, ആ സമയത്ത് നിങ്ങൾ പൊട്ടിക്കരയണം, റബ്ബിനെ ഓർത്തുകൊണ്ട് കരയണം, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തുകൊണ്ടിരുന്നപ്പോൾ എത്ര ആളുകൾ കരയുന്നു. അവിടുത്തെ ജീവിതമില്ലല്ലോ, അതുണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയാണ് മുസൽമാന്റെ ജീവിതം എന്നുള്ള വിഷയം ഇവിടെ വെച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ ഒന്നുപോലും വിട്ടുപോകാതെ മനസ്സിന്റെ മനോമുഖരത്തിൽ കൊണ്ടുവരണം. ഒന്നുപോലും വിട്ടുപോകാൻ പാടില്ല. നബി തങ്ങൾ എന്ത് പറഞ്ഞു നമ്മൾ ചെയ്യണം. കള്ള് കുടിക്കല്ലേ, പലിശ മേടിക്കല്ലേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. പക്ഷെ അപ്പൊ ഒരു ചോദ്യം, എന്താ ഉസ്താദ് ഇന്നപ്പോ കള്ള് കുടിക്കുന്നവന് അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്, അല്ലാത്തവനും കൊടുക്കുന്നുണ്ട്. ഓക്കേ, കാര്യം ശരി തന്നെയാണ്. അതിനെന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം? ഇവിടെ ഒരുപാട് ഉസ്താദ്മാർ പറഞ്ഞിട്ടുള്ളത്. ബിസ്മി മാത്രം ഞാൻ ഒരു ദിവസം നിങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ വാങ്ങാനാണ്. ബിസ്മി മാത്രം. എന്റെ പ്രിയമുള്ളവരെ, ഈ ബിസ്മി എന്നുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ട്. അള്ളാഹ്ക്ക് ഗുണം ചെയ്തവനും ഗുണം ചെയ്യാത്തവർക്കും അല്ലാഹു തആല നല്ല നല്ല ഉപകാരങ്ങൾ ചെയ്യുന്നില്ലേ? ഓരോരുത്തർക്കും ഇന്നിപ്പോ നമസ്കരിക്കാത്ത എത്ര ആളുകൾ നിങ്ങളെ കാണും? നിങ്ങൾക്ക് തന്നെയാണ് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത്, എത്ര ആളുകൾ കാണും? ഇനി ഏവനായാലും ശരി, അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്നില്ലേ? എന്നിട്ട് പോലും നന്ദിയില്ലാത്തവനായി ഈ അല്ലാഹുവിന്റെ അണ്ടകടാകത്തിൽ അലോസരമായി ആർപ്പാടത്തിൽ പെട്ടുപോയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് മനസ്സിലാക്കണം. റബ്ബേ, ഇനിയെങ്കിലും അല്ലാഹുവിന്റെ കൽപ്പന, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൽപ്പന അംഗീകരിക്കാൻ പോവാൻ ഞാൻ ഇനി അല്ലാഹുവിന്റെ കള്ളുകുടിയിലേക്ക് ഞാൻ ഇനി പോകില്ല. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം കള്ളുകുടി ഹറാമാണല്ലോ. അല്ലാഹ് പോകാൻ പാടില്ല. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ആളുകൾ കള്ളിന്റെ പാട്ടകൾ അടിച്ചുടച്ച് തകർത്ത് കടന്നിട്ടുള്ള ഒരുപാട് സംഭവം നമുക്കറിയാമല്ലോ. ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ? ഒരു പെണ്ണ്, അന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പെൺകുട്ടി ജനിച്ചു പോയാ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഒരവസ്ഥ കടന്നു വന്നപ്പോ എല്ലാ ആളുകളും പെൺകുട്ടികളെ കൊന്നുകളയുകയാണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കൊല്ലാൻ കൊടുക്കാതിരുന്നാൽ ആ മനുഷ്യൻ ചെന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കൊണ്ടുവരും. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കൊണ്ടുവരുമ്പോ ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കണ്ടാൽ ഒരു പെണ്ണിന്റെ നാക്കും പൊങ്ങൂല. ഈ പൊന്നുമോളെ ഞാൻ തരില്ലെന്ന് പറയൂല, എന്റെ പൊന്നുമോളെ വിട്ടു തരില്ലെന്ന് പറയൂല, എന്റെ പൊന്നുമോളെ കൊല്ലല്ലെന്ന് പറയൂല. തങ്ങളെ കണ്ടാൽ ഉടൻ തന്നെ മുഴുവനും കൊടുക്കും. ഇന്നാന്നും പറയും പെട്ടെന്ന് കൊടുത്തിട്ട് ഓടി വിളിക്കുന്നൊരു പതിവ് അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പേടിച്ചു പോയിട്ടുള്ള നൈൽ നദി പോലും അങ്ങനെയുള്ള യുവത്വത്തിന്റെ പ്രതീകമായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കള്ള് കുടിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ നബി തങ്ങളുടെ വാക്കിന് അംഗീകരിക്കാതെ അനുസരിക്കാതെ നടന്നു പോയാൽ ആദ്യം ഒരു താക്കീത് കൊടുക്കുമായിരുന്നു. ഇനി പാടില്ല, എന്റെ ഹബീബിന്റെ കൽപ്പന കള്ള് കുടിക്കരുത്. അൽഹംദുലില്ലാഹ് ഇന്നിപ്പോ നമ്മുടെ മുസ്ലിമുകൾ ഒന്നടങ്കം മാറിക്കൊണ്ടിരിക്കും. ഇന്നിപ്പോ കള്ള് കുടി ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടല്ലേ? അങ്ങനെ നമ്മുടെ ചിന്ത. ഇന്നിപ്പോ എന്താ, കള്ള് കുടിക്കലെന്നല്ല, ഹലാലായ കള്ള് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നായി. ഗവൺമെന്റിന്റെ കള്ള് മാത്രമേ കുടിക്കാവൂ, അല്ലാത്ത കള്ളൊക്കെ തനിച്ച ഹറാമും, ഇത് മാത്രം ഹലാൽ. സുന്ദരായി അല്ലേ? ഏത് കള്ളായാലും ലഹരി പിടിപ്പിക്കുന്ന ഏതൊരു വസ്തുവായാലും അതൊക്കെ തനിച്ച ഹറാമ് തന്നെയാ. എന്റെ വാക്കല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയാ, അല്ലാഹുവേ, ഇന്നെന്റെ മുസൽമാന്റെ ജീവിതം എന്നുള്ള വിഷയം ഇവിടെ ഷമീർ ദാരിം ഇവിടെ പറയുമ്പോ ഇനി മുതൽ ഞാൻ ശംഭു മേടിക്കില്ല, പാമ്പ്രാക്ക് മേടിക്കില്ല, ഗണേഷ് മേടിക്കില്ല. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പല പ്രാവശ്യവും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ കള്ള് കുടിക്കല്ലേ, അത് ഹറാമാണ്, പാമ്പ്രാക്ക് വെക്കല്ലേ എന്നെ ഉമ്മയും ഉപ്പയും തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അല്ലാഹു അതേപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് മുതൽ ഈ വാദിന്റെ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ നേർച്ച ചെയ്യുകയാ, ഇനി ഞാൻ കള്ളു കൊടുക്കില്ല, ഇനി ഞാൻ ശംഭു വെക്കില്ല, ഇനി ഞാൻ പാമ്പ്രാക്ക് തിന്നില്ല. ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാർ ഈ സദസ്സിൽ യുവാക്കളോട് പറയാ, മാറ്റിവെക്കണം. മുസൽമാനെ സംബന്ധിച്ചുള്ള ഇതൊക്കെ ഹറാമാണ്. ഇതിന് വേണ്ടി ഉപയോഗിച്ച കാശ് അല്ലാഹു തആല ചോദിക്കും. ഔഷറയാകുന്ന കോടതിയിലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾ
നിന്നെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമ്പോ അവിടെന്ന് ചോദിക്കുന്നടാ, നിനക്ക് ഞാൻ നൽകിയിട്ടുള്ള കാശില്ലേ? ഓ, കാശ് കൊണ്ട് എന്താടാ നീ ചെയ്തിട്ടുള്ളത്? ആ സമയത്ത് ഒന്നും പറയാതിരിക്കാൻ പറ്റൂല, ഒന്നും പറയാതിരിക്കാൻ പറ്റൂല. നീ പറഞ്ഞില്ല എങ്കിലും എന്റെ പ്രിയപ്പെട്ടവര്, നിന്നെ കൊണ്ട് കബറിലേക്ക് വെക്കുമ്പോ നിന്റെ എല്ലാ നന്മ തിന്മകളും എഴുതിയിട്ടുള്ള പേപ്പറില്ലേ, നിന്റെ കഴുത്തിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാ. ആ പേപ്പറുമായിട്ട് മഹ്ശറയിലേക്ക് ചെല്ലുമ്പോ അല്ലാഹു പറയുന്നു, നീയൊന്നും പറയണ്ട, അവിടെ വെച്ചും കള്ളം പറയാ ഒരുങ്ങും റബ്ബേ. ഞാൻ കള്ള് കുടിച്ചിട്ടില്ല, ഞാൻ ചീട്ട് കളിച്ചിട്ടില്ല, ഞാൻ പാമ്പിനാക്ക് വെച്ചിട്ടില്ല. അല്ലാഹു തആല എന്താ ചെയ്യുന്നു എന്നറിയോ? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കൈകാലുകളൊക്കെ അല്ലാഹു തആല സംസാരിപ്പിക്കാൻ വായ സീൽ വെക്കും. അങ്ങനെ കൈകാലുകൾ പറയും, ഈ അല്ലാഹുവേ ഞാനാണ് കാശ് കൊടുത്തിട്ടുള്ളത്, ഞാനാണ് കാശ് കൊടുത്തിട്ടുള്ളത് എന്നിങ്ങനെ കൈകാലുകളൊക്കെ ഇങ്ങനെ പറയും. ആ സമയത്ത് പിന്നെ ഒരു രക്ഷ ഉണ്ടാകൂല. അതുകൊണ്ട് എന്റെ യുവാക്കളോട് പറയാ, ഇവിടെ വെച്ചുകൊണ്ട് മാറ്റിക്കോ, യഥാർത്ഥമായിട്ടുള്ള ഒരു മുസൽമാനായിക്കോ. ഇന്നതാ ജാബിർ എന്ന് പേരിട്ടിട്ട് കാര്യമില്ല, ഖദീജ എന്ന് പേരിട്ടിട്ട് കാര്യമില്ല, സുബൈർ എന്ന് പേരിട്ടിട്ട് കാര്യമില്ല, മുഹമ്മദ് മുസ്തഫ എന്ന് പേരിട്ടത് കൊണ്ട് മാത്രം കാര്യമായില്ല. ഓ, മുഹമ്മദ് മുസ്തഫാന്റെ ജീവിതം എന്റെയും നിന്റെയും ജീവിതത്തിൽ ഉണ്ടോ എന്നൊരു മാറ്റത്തിരുത്തലുകൾ നമ്മൾ വരുത്തണ്ടേ ചെറുപ്പക്കാരാ. അതില്ലാണ്ട് പോയാ 6 അടി മണ്ണാകുന്ന ഖബർ മുതൽ മഹ്ശറയാകുന്ന കോടതി വരെ നമുക്ക് ബുദ്ധിമുട്ടാ. മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു മുസൽമാനായ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്ന സമയം മുഴുവൻ അവന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തത്തോടുകൂടി ജീവിക്കട്ടെ. ലോകത്തിന്റെ തണിയേ മദീനത്തെ മണവാള മുഹമ്മദ് മുസ്തഫ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. ശ്രദ്ധിച്ചു കേട്ടോ, നല്ലോണം കേട്ടോ. ഉമ്മാന്റെ ഉപ്പാന്റെ, എന്റെ യുവാക്കളോട് പറയാം, ഉമ്മാന്റെ ഉപ്പാന്റെ പൊരുത്തം ഒരു മുസ്ലിമായ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ മരിക്കുന്ന സമയം വരെ അവനിക്കുണ്ടാകണമെന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ഉമ്മാന്റെ ഉപ്പാന്റെ പൊരുത്തമില്ലാതെ നീ പള്ളിയിൽ പോയി നമസ്കരിച്ച എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിന്റെ ഒരു ഫർളോ ഒരു സുന്നത്തോ ഒന്നും അല്ലാഹു തആല സ്വീകരിക്കില്ല. ഉമ്മാന്റെ പൊരുത്തമില്ലാതെ, ഉമ്മാന്റെ പൊരുത്തമില്ലാതെ, ഉപ്പാന്റെ പൊരുത്തമില്ലാതെ നീ എത്ര ഫർള് നമസ്കരിച്ചിട്ട് കാര്യം അല്ലാഹു തആല സ്വീകരിക്കില്ല. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ല ഇല്ലാ അയ്യതൂബ ഇലല്ലാഹ് വയുഹ്സിനു ഇലൈഹാ വയത്ലബു റിളാഹ ഫരിദല്ലാഹു ഫീ റിളാഹ. എന്റെ വാക്കല്ല, ലോകത്തിന്റെ നേതാവിന്റെ ഹദീസാണ്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ല. അവന്റെ സുന്നത്തോ ഫർളോ അല്ലാഹു തആല സ്വീകരിക്കില്ല. അതുകൊണ്ട് എന്റെ ഈ വാക്കുകളോട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ അല്പമൊന്ന് പറഞ്ഞോട്ടെ. എന്തുകൊണ്ടാ നിന്റെ പ്രിയപ്പെട്ട മാതാവിനെ നീ ഇന്ന് വെറുക്കുന്നത്? എന്തുകൊണ്ടാ നിന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ വെറുക്കുന്നത്? നിനക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി സമയങ്ങൾ തന്നാ നിന്റെ പ്രിയപ്പെട്ട ഉപ്പാനെ മറക്കല്ലേ ചെറുപ്പക്കാരാ. ഗൾഫ് രാജ്യത്ത് പോയി കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ടില്ലേ? നിനക്ക് 5ഉം 6ഉം 7ഉം വയസ്സുള്ളപ്പോ, നീ സ്കൂളിൽ പഠിച്ചു കൊണ്ടിരുന്നപ്പോ നിന്റെ പ്രിയപ്പെട്ട ഉപ്പയതാ ഗൾഫ് രാജ്യത്തിലേക്ക് പോവുകയാ. അല്ലാഹുവേ, ഇവിടെ നിന്ന് പോയാ എന്റെ പൊന്നുമക്കൾ പട്ടിണിയാകുമല്ലോ. ഈ ഒരു ദിവസം കിട്ടുന്ന ഈ ഒരു വരുമാനം ഒന്നിനുമാകില്ലല്ലോ. അതുകൊണ്ട് ഗൾഫ് രാജ്യത്തേക്ക് പോവുകയാണ് ഈ പ്രിയപ്പെട്ട ഉപ്പാക്കൾക്ക്. അതാ ഗൾഫ് രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ല, പ്രിയപ്പെട്ട ഭാര്യയെ വിട്ടുപിരിഞ്ഞു കൊണ്ടുപോകാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ല, പിന്നെന്തിനാ ഗൾഫ് രാജ്യത്തിലേക്ക് പോകുന്ന എന്നറിയോ? ഇതിപ്പോ നാട്ടുകാരും പറയുകയല്ല, എന്റെ പ്രിയപ്പെട്ട യുവാക്കളും വളർന്നു വരുന്ന കൊച്ചുമക്കളും ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയാ. യഥാർത്ഥമായിട്ടുള്ള മുസ്ലിമാകണോ? നിന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ പൊരുത്തം വേണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ,
ഗൾഫ് രാജ്യത്തിലേക്ക് ഫ്ലൈറ്റ് കയറുകയാ. അവിടെ പോയിറങ്ങുന്നത് റബ്ബേ എനിക്കൊരു നല്ല ജോലി നീ തരണം അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ പിടിച്ചുകൊണ്ട് തുരുതുരാ ചുംബനം കൊടുത്തുകൊണ്ട് ഗൾഫ് രാജ്യത്തിലേക്ക് പോകാൻ വേണ്ടി ചെല്ലുന്ന ആ പ്രിയപ്പെട്ട ഉപ്പയതാ എയർപോർട്ടിലേക്ക് അങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോ ഉപ്പാന്റെ മനസ്സ് പിടഞ്ഞില്ലേ? അല്ലാഹുവേ, ഇത്രയും നാൾ ഇത്രയും ദിവസം എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഗൾഫ് രാജ്യത്തിലേക്ക് പോവുകയാണല്ല റബ്ബേ, ഗൾഫ് രാജ്യത്തിലേക്ക് പോവുകയാണല്ല റബ്ബേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പയതാ എയർപോർട്ടിൽ നിന്ന് കാർ ഇറങ്ങിയിട്ട് എയർപോർട്ടിലേക്ക് പാസ്പോർട്ടും എടുക്കുന്നു. ഒന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി അങ്ങോട്ട് വസ്തുകാലെടുത്ത് വെക്കുമ്പോ പ്രിയപ്പെട്ട പുന്നാര മക്കളെ പിടിച്ചുകൊണ്ട് ചുംബനം കൊടുക്കുമ്പോ ഒന്നും അറിയാത്ത 5-6 വയസ്സുള്ള മക്കൾ നിന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കുമ്പോ ഉപ്പാൻ പോയിക്കൊണ്ട് ചിരിക്കുമ്പോ ഈ പ്രിയപ്പെട്ട ഉപ്പാന്റെ മനസ്സ് 100 പ്രയാസങ്ങളാണ്, വിഷമങ്ങളാണ്. ഈ ഉപ്പയതാ പറയുന്ന പോലെ പുന്നാര ഉപ്പച്ച് കടന്നു വരുമ്പോ എന്റെ മക്കൾക്ക് നല്ല നല്ല കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരാ, എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഈ ഉപ്പച്ച് കൊണ്ടുവരാ എന്ന് പറഞ്ഞുകൊണ്ട് കരയല്ലേ, ഉമ്മാനെ വേദനിപ്പിക്കല്ലേ, ഉമ്മയോട് നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ, മദ്രസയിൽ മുടങ്ങാതെ പോകണേ, നാട്ടുകാരെ കൊണ്ട് അത് വിധം പറയിക്കുന്ന ഉപ്പാനെ കുറ്റം പറയുന്ന ഉമ്മാനെ കുറ്റം പറയുന്ന ഒരു മകനായി വളരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോട് കെട്ടിടത്തോട് കൂടിയിട്ട് പ്രിയപ്പെട്ട ഉപ്പയതാ ഗൾഫ് രാജ്യത്തിലേക്ക് പോവുകയാ. സുബ്ഹാനല്ലാഹ്. അവിടെ കഥാ ചെന്നിറങ്ങുമ്പോ എങ്ങനെയുള്ള അറബിയാണെന്നറിയില്ല, എങ്ങനെയുള്ള അറബിയാണെന്നറിയില്ല. സുബ്ഹാനല്ലാഹ്. ഇവിടെയതാ ഗൾഫ് രാജ്യത്ത് പോയി കഷ്ടപ്പെട്ടിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർ ഈ മഗ്രാൽ പുത്തൂരില് നെഞ്ചു പൊട്ടിയിട്ട് ഷമീറാൻ ഈ മൈക്കിന്റെ മുമ്പിൽ നിൽക്കുമ്പോ വേദനയോടെ ഇന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർ ഇവിടെ ഇല്ലേ? എന്റെ ഉപ്പമാർക്ക് ഷമീർ പറയുന്ന ഒരിക്കലും തെറ്റാണെന്ന് തോന്നില്ല, അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർക്കറിയാ അവിടേക്കതാ ചെന്നിറങ്ങുമ്പോ അവിടെയതാ ഒരു അറബിയുടെ വീട്ടിലാണെങ്കിൽ അറബിയുടെ മക്കൾ വന്നടിച്ചാ അവനെ ഉപദ്രവിക്കാൻ കഴിയില്ല, കത്തിവെച്ച് കുത്തിയാലെന്നും പറയാൻ കഴിയില്ല. അവിടെ കിടന്നുകൊണ്ട് റബ്ബേ എന്നെ കത്തി കൊണ്ട് കുത്തിയാൽ എന്റെ കവളത്തടിച്ചാലും ശരി തന്നെ, അതല്ല എനിക്കൊരു നേരത്തെ ആഹാരം തന്നില്ലെങ്കിലും ശരി തന്നെ, എന്റെ മക്കളെ പട്ടിണിക്കിടാൻ പാടില്ല, എന്റെ ഭാര്യയെ പട്ടിണിക്കിടാൻ പാടില്ല. എന്റെ പൊന്നുമക്കൾ അപ്പുറത്തുള്ള വീട്ടിലുള്ളവന്റെ പൊന്നുമക്കൾ നല്ല പാൻറ്റും മുടപ്പും വിട്ടുകൊണ്ട് പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കള് മാത്രം കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് പോകാ. എന്റെ പ്രിയപ്പെട്ട പൊന്നുപോരിക്കൊരവസ്ഥ വരല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പയതാ അവിടെ ഒരു നേരത്തെ ആഹാരം പോലുമില്ലാതെ എന്റെ പ്രിയപ്പെട്ട പൊന്നുപോരിക്ക് വേണ്ടി കാശയിക്കുമ്പോ ആ ഉപ്പാന്റെ മനസ്സ് അല്ലാതെ കരഞ്ഞുകൊണ്ട് പിടഞ്ഞുകൊണ്ടാണ് അയക്കുക. രാവന്നില്ല പകലന്നില്ല, അറബി എപ്പോഴും വിളിച്ചാലും ഒരു നേരം ഒരു അല്പസമയം ഒന്ന് കിട്ടി ഒന്ന് ചെന്ന് കിടന്നുകൊണ്ട് ഒന്ന് ഉറങ്ങുമ്പോ ആ പ്രിയപ്പെട്ട അറബി വന്നുകൊണ്ട് വിളിക്കുമ്പോ ഉറക്കം മുഴുവനും മാറ്റിവെച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി. അല്ലാഹുവേ, ഈ സമയത്ത് എന്നെ കൊണ്ടുപോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നില്ലേ? ഇതാർക്ക് വേണ്ടിയാ? എന്റെ മുമ്പിലിരിക്കുന്ന എന്റേതായിട്ടുള്ള പുത്തൂരില എന്റെ പൊന്നുമക്കളെ, നിനക്ക് വേണ്ടി ഇന്നും ആ ഗൾഫ് രാജ്യത്ത് കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ഉപ്പമാരില്ലേ? മക്കളെ ഓർത്തുകൊണ്ട് കാണാൻ കഴിയാതെ പൊന്നുമക്കളുടെ ഫോട്ടോ എടുത്ത് വെച്ച് കൊടുത്തുകൊണ്ട് ആട്ടിൻ്റെതായിട്ടുള്ള തൊഴുത്തിൽ കിടക്കുന്ന എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരെന്ന് ഗൾഫ് രാജ്യത്തിലെ ചെറുപ്പക്കാരാ. ഇതാർക്ക് വേണ്ടിയാ പൊന്നുമോനെ പോയി കിടക്കുന്നത്? ഇതാർക്ക് വേണ്ടിയാ ചെന്ന് കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നത്? എന്നാൽ തിരിച്ചു വന്നാൽ നന്നായി. എത്രയോ ആളുകൾ ഗൾഫ് രാജ്യത്തിലേക്ക് പോയിട്ട് ഇവിടെ നിന്ന് പുന്നാര മക്കളോട് പുഞ്ചിരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോയി തിരിച്ചു വരുമ്പോ ചവഞ്ഞെറഞ്ഞ ശരീരങ്ങളുമായി ഒരു പെട്ടിക്കുള്ളിലാക്കിക്കൊണ്ട് വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ കൊണ്ടുവന്നിട്ടുള്ള ആ കഥ ഈ കാസർഗോഡ് ജില്ലയിൽ പോലുമില്ലേ? കഴിഞ്ഞ വർഷത്തില് മെയ് മാസം 22-ാം തീയതി നിങ്ങളുടെ
കാസർഗോഡ് ജില്ലയിൽ പോലും ഇതേപോലെ ഉപ്പള എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ടായില്ലേ? മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ പോയി 7 പെങ്ങന്മാരെ എങ്ങനെയെങ്കിലും കെട്ടിച്ചയക്കണമെന്നുള്ള വേദനയോടുകൂടി 5 കൊല്ലമായിട്ട് നാട്ടിൽ വരാതെ അടുത്ത മാസം നാട്ടിൽ കയറി വരാൻ വേണ്ടുന്ന പ്രിയപ്പെട്ട ഉപ്പ, പുന്നാര മക്കളെ ഒന്ന് കാണണം, എന്റെ പ്രിയപ്പെട്ട മക്കളുടെ മുഖം എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാതോർത്തുകൊണ്ട് കാത്തിരുന്ന് ഗൾഫ് രാജ്യത്തിൽ നിന്ന് വരാൻ വേണ്ടിയിരുന്ന പ്രിയപ്പെട്ട സുബൈർ എന്ന് പറയുന്ന പിതാവ്, എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ ഈ തൊട്ടടുത്തുള്ള ഉപ്പളയിൽ പോലും വരുന്നതിന്റെ തലേ ദിവസം വാഹനാപകടത്തിൽ മരണപ്പെട്ടിട്ട് അതാ നല്ലതുപോലെ പുന്നാര മക്കളുടെ മുമ്പിൽ വന്ന് ചിരിച്ചുകൊണ്ട് കയറേണ്ടുന്ന ഉപ്പ ശവപ്പെട്ടിയതാ വീട്ടിന്റെ മുമ്പിൽ വന്നില്ലേ? ഇതൊക്കെ ഇന്നിപ്പോ എത്ര പറഞ്ഞാലും മക്കളുടെ മുകളിൽ കയറൂല. എന്റെ മക്കളോട് പറയാം, എന്റെ ചെറുപ്പക്കാരോട് പറയാം, ഒരിക്കലും ഉപ്പയും നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. ചില ഉപ്പമാര് വരുമ്പോ എയർപോർട്ടിലേക്ക് വന്നിറങ്ങുമ്പോ മക്കളെ കണ്ടപാടെ പൊട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്, കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു പോവുകയാ. മക്കളെ കണ്ടത് കൊണ്ടുള്ള കരച്ചിലല്ല, പിന്നെന്തിനാ കരയുന്ന എന്നറിയോ? ഇത്രയും കാലം എന്റെ പ്രിയപ്പെട്ട മക്കള് ഞാൻ കാണാതിരുന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തിന്റെ ചുട് കണ്ണുനീരൊലിപ്പിച്ചില്ലേ? നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉപ്പാര് ഇന്ന് നിനക്ക് സ്വന്തം കാൽ നിൽക്കാ ഒരു കഴിവ് വന്നപ്പോ ആ ഉപ്പാരെ പുറങ്കാല് കൊണ്ട് ചവിട്ടിത്തള്ളല്ലേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ആ ഉപ്പയൊന്ന് വയസ്സായി പോയാ, ആ ഉപ്പയൊന്ന് രോഗായി പോയാ, വലാ യഹുദ്ദുൽ നദറ ഇലൈഹിമാ വലാ യർഫഉ സൗതഹു ഇലൈഹിമാ. രോഗിയായിട്ട് പൊട്ടിക്കരയുന്ന പ്രിയപ്പെട്ട പിതാവ്, ഓ പിതാവിനോട് ശബ്ദമുയർത്തിയിട്ട് സംസാരിക്കാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് നബിയേ മുഹമ്മദ് മുസ്തഫ. പല ആളുകളും അൽഹംദുലില്ലാഹ് ഈ വാളിന്റേതായിട്ടുള്ള ഒരുപാട് ദിവസങ്ങളായി ഈ കാസർഗോഡ് ജില്ലയിൽ വാളിന് വരുമ്പോ പല സുഹൃത്തുക്കളും വിളിച്ചുകൊണ്ട് പറയുന്നു, എന്റെ മരണപ്പെട്ടു പോയ എന്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം. എല്ലാ ദിവസവും വാളിന് പോകുമ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഷ്റഫ് സാഹിബ് എപ്പോഴും പറയും, ഉസ്താദേ എനിക്ക് വേണ്ടി ദുആ ചെയ്തില്ലെങ്കിലും എന്റെ മരണപ്പെട്ടു പോയ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവരുടെ ഖബർ ജീവിതം സ്വർഗ്ഗീയ ആരാമമായി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ സൂക്ഷിക്കണം. അതുകൊണ്ട് മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമില്ല എങ്കിൽ അവന്റെ ജീവിതം ഇസ്ലാമികപരമായിട്ടുള്ളതാവുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അതുകൊണ്ട് അവരുടെ പൊരുത്തം വേണം. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മുസൽമാന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവൻ പലിശയുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഗരാല് പുത്തൂരുകാരോട്, എന്റെ പ്രിയമുള്ളവരെ, സ്നേഹത്തിന്റെ വിനയത്തിന്റെ ഭാഷയിൽ ഷമീർദാരി പറയുകയാ, ഒരിക്കലും പലിശയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതം നമ്മൾ ഉണ്ടാക്കിയെടുക്കല്ലേ. രാജ്യത്താണെന്ന് പലിശയ്ക്കുന്ന കാശെടുക്ക, ഏറ്റവും നല്ലതുപോലെ കഴിയുക. ഗൾഫ് രാജ്യത്ത് നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിന്റെ മക്കളുടെ ഉദരത്തിലേക്ക് അവിടെ നിന്ന് പലിശന്റെ കാശെടുത്തുകൊണ്ട് അയച്ചു കൊടുക്കല്ലേ. അത് ഹറാമിയത്തിന്റെ മുതലാ. ഏറ്റവും കൂടുതൽ നല്ലതുപോലെ പലിശന്റെ കാശെടുക്കാൻ നമ്മുടെ ഇവിടത്തേക്കാളും സുലഭം ഗൾഫ് രാജ്യം. അവിടെ നിന്ന് കാശെടുത്തിട്ട് ഇവിടെ നിന്ന് മക്കളുടെ സ്കൂളിന്റെ കാര്യം പറയുമ്പോൾ, ഭാര്യ വസ്ത്രത്തിന്റെ കാര്യം പറയുമ്പോൾ, അവിടെ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവന് അല്ലാഹു തആല നല്ലൊരു ആഫിയത്ത് ഇട്ടേക്കുന്നിടത്തോളം കാലം എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും മനസ്സിലായിക്കോ, പലിശയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇടപാടും നമുക്ക് വേണ്ട. പലിശയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇടപാടും നമുക്ക് വേണ്ട. അല്ലാഹു പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? ഖുലൂ മിൻ ത്വയ്യിബാതി, ഞാൻ നല്ല ശുദ്ധമായതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങളൊക്കെ ഭക്ഷിക്കുക. അല്ലാഹു തആല പറയാ, അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറാ. ഖൂ അൻഫുസകും, സ്വന്തമായി നിങ്ങൾ ചൊവ്വാകണം. സ്വന്തമായി നിങ്ങൾ ഒരിക്കലും ഹറാമിലേക്ക് പോകരുത്. പിന്നെ മാത്രമല്ല വഅഹ്ലീകും, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, ആർക്കൊക്കെ നിങ്ങൾ ചിലവിന് കൊടുക്കുന്നോ അവരെ മുഴുവനും നിങ്ങൾ സൂക്ഷിക്കണം. എന്തിൽ നിന്നാ? അന്നാറാ, നരകത്തിന്റെ പടുകുഴിയിൽ നിന്ന്.
നരകത്തിന്റെ പടുകുഴിയിൽ നിന്ന്. ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, അധികമാരെ ഇരുത്തിയൂല. കൃത്യം 2 മണിക്കൂറിനുള്ളിൽ ഇൻഷാ അല്ലാഹ് എന്റെ വാദം ഞാൻ അവസാനിപ്പിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ ഓതി കൊടുത്തുവല്ലോ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൽ നാസ് വൽ ഹിജാറ. അതുകൊണ്ട് ഒരിക്കലും മക്കളെ ഹറാമിയത്തിന്റെ കാശ് കൊടുക്കല്ലേ, പലിശന്റെ മുതൽ കൊടുക്കല്ലേ, പിടിച്ചു പറിച്ച മുതൽ കൊടുക്കല്ലേ. കച്ചവടം ചെയ്തിട്ട്, കള്ളക്കച്ചവടം ചെയ്തിട്ട് അതിനകത്തുള്ള കാശ് നിങ്ങളുടെ മക്കളിലേക്ക് നിങ്ങൾ കൊടുക്കല്ലേ. ആ ഭക്ഷണവും ഭക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾ എന്റെ ഉപ്പാക്ക് രോഗം കൊടുക്കല്ലേ, എന്റെ ഉമ്മാക്ക് രോഗം കൊടുക്കല്ലേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പച്ചാക്ക് രോഗം കൊടുക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട മക്കൾ, എന്റെ പ്രിയപ്പെട്ടവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ 1 ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, ആയിരക്കണക്കാന ദിവസങ്ങൾ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ ഓ പുന്നാര മക്കളുടെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. കാരണം എന്താണെന്നറിയോ? നീ കൊണ്ട് കൊടുത്തിട്ടുള്ള, ഗൾഫ് രാജ്യത്തിൽ നയിച്ചു കൊടുത്തിട്ടുള്ള പലിശന്റെ മുതല് നിന്റെ മക്കളുടെ ഉദരത്തിലൂടെ കടന്നു പോകുമ്പോ അത് അല്ലാഹ് ഇഷ്ടമല്ല, അത് റബ്ബിന് ഇഷ്ടമല്ല. ആ രക്തവും വെച്ചുകൊണ്ട് മക്കൾ ദുആ ചെയ്താ എങ്ങനോ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട കബറിൽ കിടക്കുന്ന ഉപ്പച്ചിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ, കബറിൽ കിടക്കുന്ന ഉമ്മച്ചിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ ഓ മക്കളുടെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. ഹറാമിയത്തിന്റെ മുതലും മക്കൾക്ക് കൊടുത്തിട്ട് പിന്നീട് അല്ലാഹ് എന്റെ മക്കളോട് വിളിച്ചാറേ, മോനെ ഉപ്പച്ചിക്ക് വേണ്ടി നല്ലപോലെ ദുആ ചെയ്യണം, ഉമ്മച്ചിക്ക് വേണ്ടി നല്ലപോലെ ദുആ ചെയ്യണം. എങ്ങനെ അല്ലാഹു തആല ഇത് സ്വീകരിക്കും? കാരണം മക്കളുടെ ഉദരത്തിൽ ഹറാമിയത്തിന്റെ മുതലാണ്. നിങ്ങൾ ഇങ്ങനെ കൊടുത്തുവെന്നല്ല, കൊടുക്കാൻ പാടില്ല. അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കണം, റബ്ബിനോട് പശ്ചാത്തപിച്ചു മടങ്ങണം. എന്റെ പ്രിയപ്പെട്ടവരെന്ന് മനസ്സിലാക്കണം. സയ്യിദുനാ അബൂ ദുജാന അപ്പുറത്തെ വീട്ടിലുള്ള പിന്നെ അബൂബക്കറുടെ പേരല്ലേ പറഞ്ഞു. ലോകത്തിന്റെ നേതാവിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ സയ്യിദുനാ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു. പാവപ്പെട്ടവരാണ്, നമ്മളെ പോലെ സാധുരു മനുഷ്യനാ. അന്ന് ജോലിക്ക് പോയാൽ അന്ന് കിട്ടുന്ന കാശ് കൊണ്ടാണ് മക്കളുടെ ഉപജീവനം നടത്തുക. ഒരു ദിവസം നബി തങ്ങൾ നോക്കുമ്പോ നമസ്കാരം എഴുന്നേറ്റ് ഓടാൻ. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു, സ്വഹാബത്തെ, ഇന്ന് അബൂ ദുജാന ഇവിടെ എഴുന്നേറ്റ് ഓടുകയാണെങ്കിൽ അബൂ ദുജാനെ നിങ്ങൾ പിടിച്ചെന്റെ മുമ്പിൽ കൊണ്ടുവരണം. സ്വഹാബാക്കൾ വിളിച്ചു ചെന്നു. അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റു. നമസ്കാരം കഴിഞ്ഞ് പതുക്കെ എഴുന്നേറ്റു. ആ എഴുന്നേറ്റ സമയത്ത് സ്വഹാബാക്കൾ ഒളിച്ചിരുന്ന് പൂട്ടിട്ട് ഒറ്റ പിടിയാ പിടിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. നബി തങ്ങൾ ചോദിച്ച, അബൂ ദുജാന, നിനക്ക് നിന്റെ റബ്ബിനോടൊന്നും ചോദിക്കാൻ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്ന, അല്ല അബൂ ദുജാന, നിനക്ക് നിന്റെ അല്ലാഹുവിനോടൊന്നും ചോദിക്കാനില്ലേ? അബൂ ദുജാന പറഞ്ഞ മറുപടി നമുക്കൊരു പാഠമാകണം. എന്താ മറുപടി? കണ്ണുവീരോലിച്ചത പറഞ്ഞതാണ് നബിയെ, ഏറ്റവും കൃപ തൂകിയ ആ പൂനിലാവേ, വേദന നിറഞ്ഞതാ കരഞ്ഞു ഞാനേ, ഉടനെ നൊമ്പര പറുദീസയിൽ ആലിഞ്ഞു ഞാനേ. പഠിച്ചോ എന്റെ മുഗ്രാലെ പുത്തൂരുകാരെ, പലിശന്റെ മുതൽ നമ്മൾ എടുത്തിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മക്കളുടെ സ്കൂൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് സ്വർണം കൊണ്ട് പണയം വെക്കുന്ന, ഇന്ന് വണ്ടി സീസി ഇട്ടെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മാസാമാസം പൈസ കൊടുത്തുകൊണ്ട് അടച്ചു തീർക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി സീസി ഇട്ടെടുക്കുമ്പോ അത് ഹറാമിലേക്ക് പോകില്ലേ? സ്വർണം പണയം വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പലിശ കൊടുക്കുമ്പോ അത് ഹറാമിലേക്ക് പോകില്ലേ? എന്നാൽ പഠിച്ചോ, അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്,
എനിക്ക് 2 മക്കളുള്ള കാര്യം നബിയേ താങ്കൾക്കറിയുമല്ലോ നബിയേ. ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയാ, ഒരു ദിവസം ഞാൻ ജോലി ചെയ്താ അന്ന് കിട്ടുന്ന കാശ് കൊണ്ടാ എന്റെ പ്രിയപ്പെട്ട മക്കൾക്കും എന്റെ ഭാര്യയ്ക്കും ഞാൻ ചിലവിന് കൊടുക്കുക. 1-2 ദിവസമായിട്ട് എനിക്ക് ജോലിയില്ല നബിയേ, എനിക്ക് തൊഴിലില്ല നബിയേ. അതുകൊണ്ട് എന്റെ ഭാര്യ പട്ടിണിയില്ല, എന്റെ മക്കള് പട്ടിണിയില്ല, എനിക്ക് ജോലിയില്ല. അതുകൊണ്ട് എന്റെ ഭാര്യയും എന്റെ മക്കളൊക്കെ പട്ടിണിയിലാണ്. അതുകൊണ്ട് എന്റെ ഹബീബായ റസൂൽ അവിടെ നിന്ന് മനസ്സിലാക്കണം. മാത്രമല്ല അപ്പുറത്ത് യഹൂദിയായ ഒരു മനുഷ്യന്റെ വീട്ടിന്റെ അകത്തേക്കുന്ന ഈത്തപ്പന മരത്തിൽ നിന്നും വീഴുന്ന ഈത്തപ്പഴം എന്റെ വീട്ടിലേക്ക് അങ്ങ് തെറിച്ച് വീഴും നബിയേ. രാത്രി കാലത്ത് പട്ടിണി കിടന്നിരുന്ന ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, പെണ്ണേ മക്കൾ ആഹാരത്തിന് വേണ്ടിയിട്ട് കരയുമ്പോ, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പൊട്ടിക്കരയുമ്പോ എന്റെ പ്രിയപ്പെട്ടവളെ അടുപ്പത്ത് മൺകലത്തിൽ വെള്ളം അങ്ങോട്ട് നിറച്ചിട്ട് അതിന് തീ കൊടുത്തിക്കോ. അതിന് തീ കൊടുത്തുമ്പോ നമ്മുടെ മക്കളെ വിചാരിക്കുമല്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമുക്ക് ആഹാരം പാചകം ചെയ്യുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മക്കള് പല ദിവസവും ഇരിക്കാറുണ്ട്. ഇങ്ങനെ കാത്തുകാത്തിരുന്നിട്ട് അറിയാതെ ഉറങ്ങിപ്പോകുന്ന പതിവാണ് നബിയേ. ഇനിയും ഞാൻ ഇവിടെ ഇരുന്ന് പോയാ, ഇനിയും ഞാൻ ഇവിടെ നിന്ന് പോയാ എന്റെ പ്രിയപ്പെട്ട വിശന്നുകൊണ്ട് ഉറങ്ങിപ്പോയ എന്റെ പുന്നാര മക്കൾ ഇഴഞ്ഞിഴഞ്ഞ് വീട്ടിന്റെ വെളിയിലേക്ക് ഇറങ്ങും നബിയേ. ഓ ഈത്തപ്പഴമങ്ങ് പറക്കി അങ്ങ് കഴിച്ചു പോയാ അത് ഹറാമിയത്തിന്റെ മുതലല്ല നബിയേ, അത് മറ്റുള്ളവന്റെ മുതലല്ല നബിയേ. അത് എന്റെ പൊന്നുമക്കളുടെ ഉദരത്തിൽ പോയി കഴിഞ്ഞ എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് കയ്യും കെട്ടിയിട്ട് ഞാൻ സമാധാനം പറയേണ്ടി വരില്ലേ നബിയേ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കാതെ, ദിക്റിനിരിക്കാതെ, ദുആക്കിരിക്കാതെ ഞാൻ എഴുന്നേറ്റ് ഓടുന്നു എന്ന് ലോകത്തിന്റെ നായകനോട് സയ്യിദുനാ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ഇന്നിപ്പോ നമ്മളാണെങ്കിൽ പറ്റോ അറബി കാണാതെ 10 സോപ്പും കൂടി കിട്ടുകയും എടുത്തിട്ട് കൂട്ടുകാളിയാ നീ നാളെ പോകുമ്പോ എന്റെ ഭാര്യന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണം, ഒന്നുമില്ല ഒരു കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ് ഞാൻ കൊണ്ടാവാ, അതിനൊരു ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നവരില്ലേ. ആ ഒരു സോപ്പായാൽ പോലും അതിന് ഒരു ദിർഹമാണെങ്കിൽ, അതിന് ഒരു മുട്ടായാണെങ്കിൽ പോലും എന്റെ പ്രിയപ്പെട്ടവരെ മക്കളുടെ ഉദരത്തിലേക്കോ മക്കളുടെ ശരീരത്തിലേക്കോ നിങ്ങൾ കൊണ്ട് കൊടുത്തു പോയാൽ അത് ഹറാമിയത്തിന്റെ മുതലാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല, അത് ഹറാമിയത്തിന്റെ മുതലാകുന്നതിൽ ഒരു സംശയവും തന്നെയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നല്ലൊരു ആത്മാർത്ഥമായിട്ട് ആമീൻ പോരട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. അതുകൊണ്ട് അൻഫുസകും വഅഹ്ലീകും നാറാ ഫഅൻദർതുകും നാറൻ തലല്ലാ. ആ നരകത്തിലെ തീയുണ്ടല്ലോ അത് ആളി കത്തിക്കപ്പെട്ടതാ. തീയിലേക്ക് ചെന്ന് കിടക്കരുത്, ചെന്ന് കിടക്കാൻ വേണ്ടിയുള്ള അവസരം നമ്മൾ ഉണ്ടാക്കരുത്. ഒരു മുസൽമാന്റെ ജീവിതമാകുമ്പോ എല്ലാ ഹറാമിയത്തിൽ നിന്നും ഒഴിഞ്ഞ് മാറി നിന്നിട്ടുള്ള ഒരു ജീവിതമാകണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോടൊന്ന് പറയട്ടെ, ഇന്ന് വസ്ത്രത്തിന്റെ കാര്യമാണെങ്കിൽ പോലും ഇന്നിപ്പോ എന്താ ഒന്നും മിണ്ടാൻ പറ്റൂല. എന്നാ ആൾക്കാർ പറയും ആ ഇന്ന് ഒരു വാള് പോരാ, കാരണം പെണ്ണുങ്ങളെ മാത്രം എന്ന് കുറ്റം പറഞ്ഞിട്ട് പോയി. കുറ്റം പറയില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെന്ന് മനസ്സിലാക്കണം. എന്റെ ഉപ്പമാരോട് ആദ്യം പറയട്ടെ, ഖൂ അൻഫുസകും വഅഹ്ലീകും, നിന്റെ ഭാര്യയെ നിന്റെ മക്കളെ നീ സൂക്ഷിക്കണം. നിങ്ങൾ കാശ് കൊടുക്കും, നിങ്ങൾ വസ്ത്രം മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാശ് കൊടുക്കും, നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കും. ആ ഭാര്യമാർ ഏത് കോലത്തിൽ ഏത് രീതിയിലുള്ള വസ്ത്രമാണ് മേടിക്കുക ആരെങ്കിലും മനസ്സിലാക്കിയോ? ഇല്ല. ഇന്ന് എന്ത് വസ്ത്രം ധരിച്ചാൽ നമുക്കൊക്കെ കണക്കാണ്. അങ്ങനല്ല എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, അധ്വാനിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് വന്ന് കൊടുക്കുന്ന കാശ് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ശരീരത്തിന്റെ വെടുപ്പും തുടുപ്പും എടുത്തറിയിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്ന പെണ്ണാകരുത്. എന്റെ പ്രിയപ്പെട്ട പുന്നാര പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോ എന്റെ റബ്ബേ അവരത്ത് മറയാത്ത കോലത്തിലുള്ള വസ്ത്രം ധരിച്ചു പോയാ എന്റെ റബ്ബിന്റെ മുമ്പിൽ കയ്യും കെട്ടി നിന്ന് സമാധാനം പറയേണ്ടി വരില്ല അല്ലാ. അതുകൊണ്ട് അല്ലാ, ഞാൻ എന്റെ മക്കളുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാ, എന്റെ ഭാര്യന്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാ. ഇന്ന് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഓരോ കടകമ്പോളങ്ങളിലേക്കും ഇറങ്ങി തിരിച്ച എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, ഇന്ന് ഫർദയിട്ട് വെങ്ങന്മാര് കടകമ്പോളങ്ങൾ
കോലങ്ങളിൽ അടിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോ പാശ്ചാത്യന്റെ പച്ച പരിഷ്കാരത്തിന്റെ പരദീസയില് പാറിപ്പറക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, വേണ്ട വേണ്ട, ഇന്ന് ഫർദന്റെ കോലം മാറി, ഇന്ന് ചെരുപ്പിന്റെ കോലം മാറി, ഇന്നതാ തലയിൽ തട്ടമിടുന്ന കോലം മാറിയില്ലേ? ഒരു മുസ്ലിമായ പെണ്ണാണോ, ഒരു മുസ്ലിമായ പെണ്ണാണോ ശരീരത്തിന്റെ വെടുപ്പും തുടുപ്പും എടുത്തറിയിക്കുന്ന രീതിയിലുള്ള ഫർദ ഒരൊറ്റ പെണ്ണും ധരിക്കില്ല. അസ്മാ ബീവി നബി തങ്ങളുടെ മുമ്പിൽ വന്നപ്പോ അസ്മയോട് പറഞ്ഞു, അസ്മാ പോ, അസ്മാ എന്റെ മുമ്പിൽ നിന്ന് നിന്റെ കൈയിറി പിടിച്ചു കിടക്കുകയാണ്, അതുകൊണ്ട് എന്റെ മുമ്പിലേക്ക് വന്ന് പോകല്ലേ അസ്മാ. അസ്മാ ബീവി കരഞ്ഞുകൊണ്ട് പോയിട്ട് നല്ല വസ്ത്രം ധരിച്ചു കൊണ്ട് വന്നപ്പോ നബി തങ്ങൾ അൽഹംദുലില്ലാഹ് സൽമാ, അസ്മാ നിനക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, ഇതേപോലെ വേഷം ധരിക്കുന്ന പെണ്ണിന് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് ഞാനൊന്ന് ചോദിക്കട്ടോ, ഇന്ന് ശരീരത്തിന്റെ വെടുപ്പോ തുടുപ്പോ എടുത്തറിയിക്കുന്ന രീതിയിലുള്ള ഫർദയില്ലേ എന്റെ മൊഗ്രാല് പുത്തൂരിൽ ഏതെങ്കിലും ഒരു പെണ്ണ് ധരിച്ചു പോയാ എന്റെ പെണ്ണ് ഇന്നത്തെ ഫർദ മുഴുവനും ഹറാമിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുക. അതല്ലാതെ ഇന്ന് ശരീരത്തിന്റെ വെടുപ്പോ തുടുപ്പോ എടുത്തറിയിക്കാത്ത രീതിയിലുള്ള ഫർദ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കുറവാണ്, 100% കുറവാ. എന്റെ പ്രിയപ്പെട്ടവര് അനുഭവത്തിന്റെ വെളിച്ചത്തിലാ വിളിച്ചു പറയുക. ഇന്ന് കടകമ്പോളങ്ങളിൽ ചെന്ന് കയറുമ്പോ എത്ര ഇനം ഫർദകളാണ് എടുത്തിടുന്നത് എന്നറിയോ? പത്തരമാറ്റത്തെ ഫർദ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിടുമ്പോ അതിന്റെ കോലം നോക്കിയാ ആരും ആണായിട്ടുള്ളവൻ തലകുരിച്ചു പോകുന്ന, ആണായിട്ടുള്ളവൻ തലകുരിച്ചു പോകുന്ന വേഷമാ. എന്റെ പെങ്ങളെ, നിങ്ങൾ എന്ത് വിചാരിച്ചു? ഇതേപോലെ ഉള്ള ഫർദ ഇട്ടാലോ, ഇതേപോലെ ഉള്ള ഫർദ ഇട്ടാലാണ് നല്ലതെന്ന് വിചാരിച്ചു പോയോ? എന്റെ പെണ്ണേ, ഈ ഫർദ നിന്നെ കൊണ്ടുപോകുന്നത് ഹറാമിയത്തിന്റെ പടുകുഴിയിലേക്കാ, നരകത്തിന്റെ പടുകുഴിയിലേക്കാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയാ, ഒരിക്കലും നമ്മൾ കാശ് കൊടുക്കുമ്പോ നമ്മൾ ഈ കൊടുക്കുന്ന കാശ് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ശരീരത്തിന്റെ വെടുപ്പും തുടുപ്പെടുത്തറിയിക്കാത്ത രീതിയിലുള്ള ഫർദ തന്നെ ധരിക്കണം. ഈ ഒരു ചിന്ത ഭർത്താവിന്റെ അടുക്കൽ വേണം, ഓരോരുത്തരുടെ അടുക്കൽ. എന്റെ ചെറുപ്പക്കാരാ, ഇന്ന് കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ദിവസം അൽഹംദുലില്ലാഹ് ബൈക്കിന്റെ ബാക്കി വെച്ചുകൊണ്ട് പോകാൻ കാറൊന്നും വേണ്ട, അന്ന് കാറ് വേണ്ട. കാരണം 10 ആളുകൾ എന്റെ പെണ്ണ് കൊള്ളാന്ന് കണ്ടോട്ടെ, അല്ലേ? ഈ ഒരു കോലം പാടില്ല. ആണത്തമുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ പുത്തൂരിലുണ്ടെങ്കിൽ അവന്റെ പ്രിയപ്പെട്ട ഭാര്യ മറ്റുള്ളവനെ കാണാൻ വേണ്ടി കന്നാലുകളെ പോലെ അഴിച്ചുവിടില്ല. ൂറ്റമുള്ളൊരു ചെറുപ്പക്കാരൻ അവന്റെ ഭാര്യ, എന്റെ ഭാര്യ മറ്റുള്ളവൻ കണ്ടിട്ട് അസൂയപ്പെടണം എന്ന് പറയൂല. അതേസമയം ഈമാനുള്ളവൻ പറയും, അല്ലാഹുവേ എന്റെ ഭാര്യന്റെ അവരത്ത് മറ്റുള്ളവൻ കാണുക ഇഷ്ടല്ല, മറ്റുള്ളവൻ കാണാനും പാടില്ല. ഈ ഒരു ചിന്തയുള്ളവനാണ് യഥാർത്ഥമായിട്ടുള്ള മുസൽമാൻ. അല്ലാതെ ഏതായാലും എന്റെ അപ്പുറത്തെ സുബേറിന്റെ ഭാര്യ അങ്ങനെ, അതുകൊണ്ട് അവന്ന് കണ്ടോട്ടെ എന്റെ ഭാര്യന്റെ സൗന്ദര്യം, പാടില്ല. അങ്ങനെ വന്നു പോയാ അല്ലാഹു നിന്നോട് ചോദിക്കാതെ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് ചോദിക്കാതെ അല്ലാഹു നിന്നെ വെറുതെ വിടില്ല എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിച്ച ഇന്ന് ഷമീർ ദാരിമി ഇന്ന് മൊഗ്രാലി പുത്തൂരിൽ വന്നപ്പോ എന്റെ വാത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ പെണ്ണേ, ഈ നാട്ടിലെ എന്റെ പ്രിയപ്പെട്ട എന്റെ ഉമ്മയെ പോലെ കണ്ടുകൊണ്ടാ ഞാൻ എന്റെ സഹോദരിമാരോട് പറയുക, എന്റെ പെങ്ങളെ പോലെ കണ്ടുകൊണ്ടാണ് പെങ്ങളെ ഞാൻ നിങ്ങളോട് പറയുക, ഹറാമിയത്തിന്റെ പടുകുഴിയിലേക്ക് പോകല്ലേ. മുസ്ലിമല്ലേ പെണ്ണ്, മുസ്ലിമല്ലേ പെണ്ണ്, ഖദീജാന്ന് പേരിട്ടുകൊണ്ട് ഔറത്തെല്ലാം ഇറിപ്പിടിക്കുന്ന ഫർദ ധരിക്കല്ലേ പെണ്ണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യന്റേതായിട്ടുള്ള പേരിട്ടിട്ട് മോശമായിട്ടുള്ള രീതിയിൽ നടക്കല്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. അങ്ങനെ പോയാ അല്ലാഹു നിന്നെ വെറുതെ വിടില്ല. മദീനത്തെ മണവാള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അധികം പറയൂല, ഇൻഷാ അല്ലാഹ് 20 മിനിറ്റുള്ളിൽ വന്നിരിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നോളി. അല്ലാഹു തആല നമുക്കൊക്കെ സ്വർഗം തരട്ടെ. നബി തങ്ങൾ പറഞ്ഞില്ലേ, ദീനിന്റെ സദസ്സിലേക്ക് ഒരാൾ സന്തോഷകരമായിട്ട് വന്ന് അവിടെ ഇരുന്നു കൊണ്ട് അവൻ ദുആ ചെയ്ത് സ്വലാത്ത് ചൊല്ലി പിരിഞ്ഞു പോയാൽ അവന്റെ പാപങ്ങൾ ഇരിക്കുന്ന സമയം മുഴുവനും ചോർന്നു പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സഹോദരങ്ങളെ, ഇന്നിവിടെ പനിയായിട്ട് ഞാനിവിടെ വന്നപ്പോ നമ്മുടെ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ അധികമായി എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, സുഖമില്ല, ഞാൻ വളരെയേറെ സാവധാനം സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ ഇതേപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോ ആ പരിപാടി ഒരിക്കലും മോശമാകാൻ പാടില്ല എന്നുള്ള ഉറച്ചൊരു വിശ്വാസത്തോടു കൂടിയ എന്റെ ചെറുപ്പക്കാർക്ക് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് ഈ മൈക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പൊട്ടിക്കൊണ്ട് പറയുന്നത്, അല്ലാഹു തആല ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കാശ് കൊണ്ട് മോശത്തിലേക്ക് പോകരുത്, ഹറാമിയത്തിലേക്ക് പോകരുത്. നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യമാരെ സൂക്ഷിക്കേണ്ടുന്ന കടമ നമ്മളോട് അല്ലാഹു തആല ചോദിക്കൂ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ പരിപാടിക്ക് ഒരുപാട് ചിലവുണ്ട്. എന്റെ സഹോദരൻ ആരുന്നിട്ട് പോകാൻ സഹോദരങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് വെക്കണം. ഇല്ല എങ്കിൽ നമസ്കാരമില്ലാതെ കള്ള് കുടിച്ചുകൊണ്ട്, വ്യഭിചരിച്ചുകൊണ്ട്, പലിശ പേടിച്ചുകൊണ്ട്, ഹറാമിയത്തിന്റെ ഏതെല്ലാം വഴികളും ആ വഴികളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് സ്വർഗമല്ല. ഉലൈക മഅവാഹുമുൽ നാർ ബിമാ കാനൂ യക്സിബൂൻ. നരകത്തിന്റെ പടുകുഴിയായിരിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറയാം. ഉറക്കെ ഒരു മൂന്ന് സ്വലാത്ത് ഉറക്കെ ചെയ്യും എല്ലാവരും. സ്വല്ലല്ലാഹു, ഞങ്ങളെ ഈ ചൊല്ലിയ സ്വലാത്ത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. ഇതിലൂടെ അല്ലാഹുവേ നിന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടുന്ന ഉത്തമ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ ഒരു മുസൽമാൻ യഥാർത്ഥമായിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാതെ അവൻ ജീവിച്ചു പോയാൽ അവന്റെ വാസസ്ഥലം കത്തിക്കാണുന്ന നരകമാണ്. അല്ലാഹു നമ്മെ ഏവരെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അതിന്റെ പേര് പറയുമ്പോ തന്നെ പേടിയാ, അതിന്റെ പേര് പറയുമ്പോ തന്നെ പേടിയാ. ഇന്നിപ്പോ നരകത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഓർത്തുകൊണ്ട് കരയാനുള്ള കണ്ണീരില്ല. لا يجد النار أحد بكى من خشية الله حتى يعود اللبن في الضرع. صدق رسول الله റബ്ബിനെ പേടിച്ചുകൊണ്ട് ഒരാൾ കരഞ്ഞു പോയാൽ, പൊട്ടിക്കരഞ്ഞു പോയാൽ, അള്ളാനെ പേടി അങ്ങനെ കരയ. അല്ലാ, ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്, ഞാൻ വ്യഭിചാരത്തിന്റെ പടുകുഴിയിൽ പോയിട്ടുണ്ട്, ഞാൻ പലിശ പേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പേടിച്ചുകൊണ്ട് കരയാൻ, അല്ലാ നീ എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കരഞ്ഞു പോയാൽ അവൻ അല്ലാണ്ട് നരകത്തിൽ കിടക്കൂല. കറന്നെടുത്ത ഒട്ടകത്തിന്റെ മുലപ്പാല് തിരിച്ചതിന്റെ അകടിലേക്ക് അങ്ങ് കയറിയാൽ പോലും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞിട്ടുള്ള ഒരാളും നരകത്തിൽ കടക്കൂല എന്ന് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കല്ല് കരഞ്ഞു. فإن منها يتفجر منها الأنهار. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിച്ചോ പ്രിയപ്പെട്ടവരെ, പഠിച്ചോ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വനാന്തരത്തിന്റെ അരികിലൂടെ സഞ്ചരിക്കുമ്പോ ഒരു കല്ലിരുന്ന് കൊണ്ട് കരയുകയാ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കല്ലിനോട് ചോദിക്കുന്നു, കല്ലേ എന്തിനാ കരയുന്നത്, എന്തിനാ വേദനിക്കുന്നത്, എന്തിനാണ് പ്രയാസപ്പെടുന്നതെന്ന് കല്ലിനോട് ചോദിക്കുമ്പോ ആ കല്ലവിടെന്ന് പറയുകയാ, അല്ല ഈസ നബിയേ, ഞാൻ കരയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ കരയുന്നത് വേറൊന്നും കൊണ്ടല്ല. അവ അൽഹമനി റബ്ബി വഖൂദുൽ നാസു വൽ ഹിജാറ. അല്ലാഹു എന്നെ അറിയിച്ചിട്ടുണ്ട്, അല്ലാഹു എന്നെ അറിയിച്ചിട്ടുണ്ട്. അൽഹമനി റബ്ബി, അല്ലാഹു എന്നെ അറിയിച്ചിരിക്കുകയാണ്. വഖൂദുൽ നാസു വൽ ഹിജാറ. നാളെ അല്ലാഹുവിന്റെ നരകത്തിലിട്ട് കൊണ്ട് ശിക്ഷിക്കുന്നത് അത് കല്ലുകളെയാണ്, കല്ലുകളെയാണ്, മനുഷ്യരെയാ എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോ ഞാൻ കരഞ്ഞതാ. ഖുർആനി കഥ പറഞ്ഞതാ. ഫഇന്ന മിൻഹാ യതഫജ്ജറു മിൻഹൽ അൽഹാർ. കല്ല് പോലും കരഞ്ഞു പോയി. മനസ്സുകൊണ്ട് അല്ലാഹു നമുക്ക് ചിന്തിക്കാൻ കഴിവ് തന്നില്ലേ? എന്നിട്ട് എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവര് ഒരു നേരമെങ്കിലും കരയാ
നമുക്കൊന്ന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ, ഓ അല്ലാഹുവിന്റെ കൽപ്പനകൾ മുഴുവൻ ജീവിതത്തിൽ കൽപ്പിച്ചിട്ടാ, ജീവിതത്തിൽ കൽപ്പിച്ചപ്പോ അത് മുഴുവനും അംഗീകരിച്ചിട്ടുള്ള ലോകത്തിന്റെ നായകന്റെ അടുക്കലേക്ക് ഇവിടെ നോക്കിക്കോ, ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, ആ ലോകത്തിന്റെ നായകന്റെ അടുക്കലേക്ക് നസലൽ അമീൻ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ലോകത്തിന്റെ നേതാവിന്റെ മുമ്പിൽ സലാം ചൊല്ലി നബി തങ്ങൾ നോക്കുമ്പോ ജിബ്രീൽ പൊട്ടി പൊട്ടി കരയുകയാണ്. ജിബ്രീൽ പൊട്ടി പൊട്ടി കരയുകയാ. ഇത് സാധാരണ മനുഷ്യനല്ലല്ലോ കരയുന്നത്, നബി തങ്ങളല്ലല്ലോ കരയുന്നത്. പിന്നാരാ കരയുന്നത് എന്നറിയോ? മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കരയുകയാ. നബി തങ്ങൾ ചോദിക്കുന്നു, ജിബ്രീലേ അവിടെ എന്തിനാ കരയുന്നത്? എന്തിനാ വേദനിക്കുന്നത്? എന്തിനാ പ്രയാസപ്പെടുന്നത്? എന്തിനാ ദുഃഖിക്കുന്നത് എന്ന് പറയുമോ ജിബ്രീലേ? അവിടെ ജിബ്രീൽ പറഞ്ഞു, ഇന്നലദൈനാ അൻകാലം വജഹീമാ, ഇന്നലദൈനാ അൻകാലം വജഹീമാ. അല്ലാഹുവേ, ഈ സമയത്ത് ഞാൻ ഇവിടത്തേക്ക് ഞാൻ വന്നിട്ടുള്ളത് നബിയേ, നരകത്തിന്റെ ആയത്തുമായിട്ട് കടന്നു വന്നതാ. നമ്മുടെ നേതാവായിരുന്ന ഇബ്ലീസ് പോലും നരകത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോയില്ലേ? അങ്ങനെ ഉള്ള ഞാനെന്ന് മനസ്സിലാക്കുകയാണ്. നമ്മളുടെ നേതാവായിരുന്ന ഇബ്ലീസ് എന്ന് നരകത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോയി എങ്കിൽ എന്റെ അവസ്ഥ എന്താ? ഞാൻ നരകത്തിന്റെ പടുകുഴിയിലേക്ക് പോകുമോ എന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞു പോയതാ, എന്ന് ഓർത്തുകൊണ്ട് ദുഃഖിച്ചു പോയതാ, എന്ന് ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയതാ. ഇത് കേട്ടുകൊണ്ട് കരഞ്ഞു പോയില്ലേ? മദീനത്തെ മണവാളൻ കരഞ്ഞില്ലേ? മദീനത്തെ രാജകുമാരൻ കരഞ്ഞില്ലേ? എന്നാ ഇന്ന് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പലതവണ ആവർത്തിച്ചെന്ന് കരഞ്ഞിട്ട് പോലും എന്റെ പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ വെട്ടവെക്കലും നമ്മുടെ കണ്ണുകളിൽ കൂടിയിട്ട് ഒരു തുള്ളി കണ്ണുനീര് ഇന്ന് വന്നു പോയോ ചെറുപ്പക്കാരാ? ഒരു തുള്ളി കണ്ണുനീർ എന്റെയും നിങ്ങളുടെയും ഇല്ലേ? നരകത്തെ കുറിച്ച് പറഞ്ഞു, നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു. യഥാർത്ഥമായിട്ട് മുസൽമാൻ അവന്റെ ജീവിതത്തെ അവൻ നന്നാക്കിയില്ല എങ്കിൽ അവൻ നരകത്തിന്റെ പടുകുഴിയിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആർക്കും ഒരു കുടുക്കയില്ല. വഇദാ ഉൽഖൂ മിൻഹാ മക്കാനൽ ളയ്യിഖ മുഖറനീൻ ദഊ ഹുനാലിക സുബൂറാ. കള്ള് കുടിക്കുന്ന മനുഷ്യ, ചീട്ട് കളിക്കുന്ന മനുഷ്യ, പലിശ മേടിക്കുന്ന മനുഷ്യ, വ്യഭിചാരത്തിന്റെ പടുകുഴിയിലേക്ക് അകപ്പെട്ടു പോകുന്ന മനുഷ്യ. ഇന്ന് വ്യഭിചാരമെന്ന് പറയുമ്പോ കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ട്, കാതുകൊണ്ട് വ്യഭിചാരമുണ്ട്. എന്റെ ചെറുപ്പക്കാരാ, സ്കൂളുകളിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട നിന്റെ പെങ്ങളെ പോലെയുള്ള പെൺകുട്ടികളെ നോക്കിയിട്ട് അവരുടെ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നീ പായിപ്പിക്കല്ലേ ചെറുപ്പക്കാരാ. ഇന്നിവിടെ ഈ വാലിന്റെ സദസ്സില് ഇന്ന് പരിപാടി വച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ എന്റെ യുവാക്കളാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് പറയാ, നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് ഞങ്ങൾ പോകല്ലേ. നീ ഇനി എത്ര പെൺകുട്ടികളെ നോക്കിയാലും ആരുടെയൊക്കെ മക്കളെ നോക്കിയാലും ശരി തന്നെ, അല്ലാഹു നിനക്കൊരെണ്ണത്തിൽ നിന്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതല്ലാതെ മറ്റൊരു പെണ്ണ് നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരാ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് പോവുക? അതുകൊണ്ട് പഠിച്ചോ, വഇദാ ഉൽഖൂ മിൻഹാ, ആ നരകത്തിന്റെ ഇടുങ്ങിയ കുഴിയില്ലേ, ഓ കുഴിയിലേക്ക് അങ്ങിട്ട് പോയാ, ഓ കുണ്ടിലേക്ക് അങ്ങിട്ട് പോയാ പിന്നെ എന്റെ പ്രിയപ്പെട്ടവരെ അനങ്ങാൻ കഴിയില്ല. ലാ യമൂതു ഫീഹാ വലാ യഹ്യാ.
അവിടെ അല്പമെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് വിചാരിക്കണ്ട, അല്പമെങ്കിലും ചൂടം നിളവാകുമെന്ന് വിശേഷിപ്പിക്കണ്ട. ഒലിക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്, ഒലിക്കുന്ന ചീഞ്ചലമാണ് നരകത്തിൽ കിടക്കുന്നത്. കിടക്കുമ്പോൾ അതിങ്ങനെ കോരി നിനക്കങ്ങോട്ട് തരുന്നത്. ചൂടേറ്റുകൊണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് വിളിക്കുമ്പോ, ഓ തീക്കുണ്ടിൽ കിടന്നുകൊണ്ട് വിളിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, അവരത്ത് മറക്കാതെ പോകുന്ന പെണ്ണ്, ഈ ദുനിയാവിന്റെ ചതിയിൽ പെട്ടുപോകുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ, അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. നരകത്തിന്റെ കുഴിയിൽ പോകുന്ന ഒരു പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്തു പോകല്ലേ ചെറുപ്പക്കാരാ. അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്, തിളയ്ക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്. ചൂടേറ്റു മുഖമെല്ലാം ഉടൽ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ, ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ, ദ്വാര വഴിയത് മുഴുവനും ഒലിക്കുന്നതാ. ഇന്ന് ഹറാമിലേക്ക് പോകല്ലേ പ്രിയപ്പെട്ടവരെ, ഹറാമിന്റെ പടുകുഴിയിലേക്ക് പോകല്ലേ പ്രിയപ്പെട്ടവരെ. അങ്ങനെ പോയി കഴിഞ്ഞാ എന്റെ മുസ്ലിമേ, നരകത്തിന്റെ പടുകുഴിയെ സൂക്ഷിക്കണം. അതിൽ പെട്ടുപോയാൽ അല്ലാഹുവേ, കുറച്ചു സമയം എനിക്കൊന്ന് തന്നു പോയാൽ, ഞാൻ വന്നുകൂടി ദുനിയാവിലേക്കൊന്ന് കടന്നു പോയാൽ ഇനി ഹറാമ് ചെയ്യില്ല അല്ലാ, ഹറാമ് ചെയ്യില്ല റബ്ബേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു നിന്റെ വായ്ക്കകത്തേക്ക് തിളയ്ക്കുന്ന ചീഞ്ചലം ഒഴിക്കുകയാണ്. ചൂടേറ്റു മുഖമല്ല ഉടൽ കരിയുന്നതാ, തലമുടി കരിഞ്ഞതി ുള്ള തോലിളകുന്നതാ. ആർത്തിയോടുകൂടി ആ ചീഞ്ചലമുള്ള പാത്രം അങ്ങോട്ട് വായ്ക്കകത്തോട്ടടിപ്പിക്കുമ്പോ നിന്റെ മുഖത്തിന്റെ തോലുരിഞ്ഞു പോയില്ലേ, നിന്റേതായിട്ടുള്ള മുഖത്തിന്റെ തോലുരിഞ്ഞു പോയില്ലേ, പോയി അസ്ഥികൾ വെളിയിലേക്ക് ഇങ്ങനെ കാണുകയാണ്. അവരവസ്ഥ വരാതിരിക്കണമെങ്കിൽ ദുനിയാവിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടത്തെ ജീവിതം നമുക്ക് നല്ലതല്ല, ഇവിടത്തെ ജീവിതം നമുക്ക് ശാശ്വതമല്ല. എല്ലാവരെയും വിട്ടുപിരിഞ്ഞുകൊണ്ട് പോകേണ്ടുന്നൊരവസ്ഥ വരും. ഓ പോക്ക് എവിടേക്കാ? സ്വർഗത്തിലേക്കാണോ അതല്ല നരകത്തിലേക്കാണോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ മുഴുവൻ ആദ്യം പറഞ്ഞതുപോലെ നമസ്കാരം കഴിഞ്ഞിട്ട് റബ്ബേ, ഇന്ന കുറ്റങ്ങൾ ചെയ്തവനാ, ഇന്ന വൃത്തികേടുകൾ ചെയ്തവനാ, ഇന്ന ആഡംബരത്തിലേക്ക് പോയവനാ, അതുകൊണ്ട് റബ്ബേ, അതുകൊണ്ട് പടച്ചവരെ, ഞാനതാ നിന്നോട് വെട്ടിക്കരഞ്ഞുകൊണ്ട് പൊറുക്കലിനെ ചോദിക്കുകയാണ്. ഇനി എന്റെ ഭാര്യന്റെ വേഷവിധാനം ഞാൻ ശ്രദ്ധിക്കാ, എന്റെ മക്കളുടെ വേഷവിധാനം ഞാൻ ശ്രദ്ധിക്കാ, എന്റെ അയൽവാസിയെ ഞാൻ ഇന്ന് ഉപദ്രവിക്കൂല, എന്റെ സഹോദരന് ഞാൻ ഇന്ന് ചീത്ത വിളിക്കൂല, അവന്റെ കുടുംബത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യൂല. മുസൽമാന്റെ കടമയിൽപ്പെട്ട ഒന്നാമത്തെ കടമ കഴിഞ്ഞു, രണ്ടാമത്തെ കടമ കഴിഞ്ഞു, മൂന്നാമത്തെ കടമ ഏതെന്നറിയോ? അവന്റെ കുടുംബ ജീവിതം തമ്മിൽ താറുമാറായിട്ടുണ്ടോ, അവിടെ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടോ? ആ കുടുംബ ജീവിതത്തെ അവൻ ഒന്നാക്കട്ടെ. അങ്ങനെ അവന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ വെറുപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട ഉപ്പാനെ വെറുപ്പിച്ചുകൊണ്ട്, സഹോദരങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ജീവിച്ചു പോയാ, എന്റെ ശബ്ദം ശ്രവിച്ച ഇത്രയും നേരം ക്ഷമയോടെ നല്ല മനസ്സോടുകൂടി, ഇവിടെ തമാശകളില്ലെങ്കിലും കോമഡി ഇല്ലെങ്കിലും ഇവിടെ ഇരുന്നുകൊണ്ട് കേട്ട നല്ല മനുഷ്യരെ, കുടുംബ ബന്ധം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ നാൾ കഴിഞ്ഞിട്ട് പോയിട്ട് നമ്മുടെ ബന്ധുമിത്രാദികളോട് ആരോടെങ്കിലും പിണക്കമായിട്ടുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ മിണ്ടാതിരിക്കില്ല, എന്റെ ഭാര്യന്റെ കുടുംബക്കാരോട് മിണ്ടാതിരിക്കില്ല, എന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ കുടുംബക്കാരോട് മിണ്ടാതിരിക്കില്ല, എല്ലാവരോടും ഞാൻ അസ്സലാം
അസ്സലാമു അലൈക്കും അങ്ങോട്ട് ചെന്നുകൊണ്ട് സലാം പറഞ്ഞു. അവരെ സലാം അടക്കുകയില്ല എങ്കിൽ നിനക്ക് കുഴപ്പമില്ല. നീ ചെന്നുകൊണ്ട് മിണ്ടണം, നീ ചെന്നുകൊണ്ട് സംസാരിക്കണം. അവർക്ക് രോഗിയായ നീ അവരുടെ വീട്ടിലേക്ക് പോകണം. അവർക്ക് മാത്രമല്ല അക്രിം ജാറക വലൗ കാന കാഫിറാ. നിന്റെ പ്രിയപ്പെട്ട നിന്റെ കുടുംബക്കാരെന്ന് മാത്രമല്ല, നിന്റെ അയൽവാസികളാണെങ്കിൽ പോലും അവർ രോഗിയായിട്ട് കിടന്നാൽ, അവർ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാൽ നീ അവിടെ ചെല്ലും. അക്രിം ജാറക വലൗ കാന കാഫിറ. നിന്റെ വീട്ടിനപ്പുറത്തുള്ളത് ഒരു അമുസ്ലിം ആകട്ടെ, അതല്ല ഇനി ഏത് ജാതിക്കാരനാകട്ടെ, ഹൈന്ദവനാകട്ടെ ക്രൈസ്തവനാകട്ടെ, അവനെ നീ സ്നേഹിക്കണം, അവനെ ബഹുമാനിക്കണം. അവനിക്കൊന്ന് രോഗിയായാൽ അവനൊരു ഹിന്ദു മതത്തിൽപ്പെട്ടവനാണല്ലോ, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാം. വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. വിശുദ്ധമാക്കപ്പെട്ട നബി തങ്ങൾ ഓരോ മുസ്ലിമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, അവർ ഏതെങ്കിലും ഒരു അമുസ്ലിം രോഗിയായിട്ട് വീട്ടിന്റെ അകത്തട്ടിൽ എഴുന്നേക്കാൻ പോലും കഴിയാതെ കിടന്നു പോയാ അവനെ നീ എടുക്കണം, നല്ലതുപോലെ ശുശ്രൂഷിക്കണമെന്ന് ഒരിക്കൽ പോലും കളവ് പറയാത്ത ലോകത്തിന്റെ നായക മദീനത്തെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അല്ലാതെ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, ഒരു മനുഷ്യന് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിച്ച മുഴുവൻ ആളുകളോടും പറയാം, ഹറാമിലേക്ക് ഞങ്ങൾ പോകരുത്. പോയാൽ ഇവിടെ പറഞ്ഞതുപോലെ നരകത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോകും. അല്ലാഹുവേ, എന്റെ ശബ്ദം ശ്രവിച്ച് ഇത്രയും നേരം ഇവിടെ ഇരുന്ന് ഒരാളെയും നീ നിന്റെ നരകത്തിന്റെ പടുകുഴിയിൽ കടത്തല്ലേ റഹ്മാനെ. ആത്മാർത്ഥമായിട്ട് അമീൻ പറഞ്ഞോളൂ. എന്റെ ദുആക്ക് ഒരു പവറില്ല, നിങ്ങൾക്ക് ആ പവർ. അല്ലാഹു ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വർഗം കൊടുക്കണേ റഹ്മാനെ, സ്വർഗം കൊടുക്കണേ അല്ലാഹുവേ, ജന്നാത്തുൽ ഫിർദൗസ് തന്നെ കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നരകത്തിലേക്ക് പെട്ടുപോകുന്ന ഒരു പ്രവർത്തനം നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ കാതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. നരകത്തിലേക്ക് പോകരുത്. അല്ലാഹു നമുക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണല് കിട്ടുന്ന ഉത്തമ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചുരുക്കുകയാ, എപ്പോഴാണ് വിട പറഞ്ഞു പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല, ഏത് സമയത്താണ് വിട പറഞ്ഞു പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. കൂടിപ്പോയാൽ 10 മിനിറ്റ് കൂടി. എന്റെ സഹോദരങ്ങളെ, ലോകത്തിന്റെ നായകൻ പറഞ്ഞു, ഒരാൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ, ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ അവന്റെ മരണം അവന്റെ കൂടെയുണ്ടെന്ന് അവൻ മനസ്സിലാക്കണം. ജിന്ദഗി ഇൻസാൻ കി മാനിന്ദ മുർവേ ഖുശ്നുവാ ഷാദുബി പൈദാ കോയിദം ശഖശഖയാ ഉദ്ഗയാ ഓ രഹി ഹേ ഉമർ ദമസ്കം ചുക്ക ചുക്ക റഫ്ക റഫ്ക ദംബദം. വെള്ളത്തിലേക്കിടുമ്പോ ആ ഐസ് കട്ടി എപ്രകാരമാണ് അലിഞ്ഞു ചേരുക, ഇതേപോലെയാണ് ഓരോരോ വ്യക്തിയുടെയും ആയുസ്. ജിന്ദഗി ഇൻസാൻ കി, മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ മാനിന്ദ മുർവേ ഖുശ്നുവാ, ഒരു മരക്കൊമ്പിൽ ഇരുന്നു കൊണ്ട് പാടുന്ന ഒരു കിളിയെ പോലെയാ. ഷാഹുബി പൈദാ കോയിദം ശഖശഖയാ ഉദ്ഗയാ. ഏതെങ്കിലും ഒരാളോ ആ കിളിയുടെ പാട്ടെന്ന് കേൾക്കാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങുമ്പോ ആ കിളി വളരെ പെട്ടെന്ന് ചിറകിട്ടടിച്ചുകൊണ്ട് പറന്നു പോവുകയാ. ഇതേപോലെയാണ് മനുഷ്യന്റെ ആയുസ്. അതുകൊണ്ട് വമാ തദ്രി മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് ചെയ്യാൻ പോകുമെന്ന് എനിക്കോ നിനക്കോ പറയാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്നീ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഇതൊരു ഉൾപ്രദേശമാണെങ്കിലും അൽഹംദുലില്ലാഹ് ഇന്നെന്റെ വാലുകക്കാർ ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ ഉപ്പയെ പോലെ ഉള്ള എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര്, എന്റെ സഹോദരനെ പോലെ ഉള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഞാൻ നിങ്ങളോട് പറയാ, വമാ തദ്രി മാദാ തക്സിബു ഗദാ, നാളെ ഞാനും നിങ്ങളും ഇതേപോലെ നാളെ വന്നിരുന്നുകൊണ്ട് വാല് കേൾക്കാൻ പറ്റുമെന്ന് കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, ഗൾഫ് രാജ്യത്തേക്ക് ഇന്ന് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുക. അവിടെ സുൽഫി എന്ന് പറയുന്ന 27 വയസ്സുള്ളൊരു പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എന്റെ വീട്ടിന്റെ അവിടെ നിന്ന് 12ാമത്തെ വീടാണ് കണകൂട്ടിയപ്പോ ആ സുൽഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരിൽ പിച്ച
വെച്ച് നടക്കാൻ തുടങ്ങുന്ന ഒരു പൊന്നുമോനുണ്ട്. ആ പ്രിയപ്പെട്ട പിച്ച വെച്ച് നടക്കാൻ ഒരുങ്ങുന്ന പൊന്നുമോന് ഒരു നോക്കുന്ന കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി സുൽഫിയതാ പാസ്പോർട്ടും വിസയുമെല്ലാം എടുക്കുകയാ. നാട്ടിലേക്കൊന്ന് വരണമല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ വന്ന് കാണണമല്ലോ, എന്റെ പിച്ച വെച്ച് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഒന്ന് കാണണമല്ലോ. ഈ ഒരു ആഗ്രഹത്തോടുകൂടി കടന്നു വരികയാണ്. ആ സുൽഫി എന്ന് പറയുന്ന 27 വയസ്സുള്ള പൊന്നുമോന്റെ ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ നൂറ് ചിന്തയാ. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ഇതേപോലെ പൊന്നാനിയിലെ വാദം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട അനുജൻ വിളിച്ചുകൊണ്ട് പറയാ, നമ്മുടെ വീട്ടിനടുത്തുള്ള സുൽഫി എന്ന് പറയുന്ന ചെറുപ്പക്കാർ വാഹനാപകടത്തിൽ മരണപ്പെട്ടു പോയി. അവന്റെ ജനാസ നാട്ടിലേക്കൊന്ന് കൊണ്ടുവരാ ഒരുങ്ങുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇത് കേട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയില്ലേ? ഇത് കേട്ടുകൊണ്ട് ആ കുടുംബക്കാര് പൊട്ടിത്തകർന്നു പോയില്ലേ? പിച്ച വെച്ച് നടക്കുന്ന പൊന്നുമോനെ ഒരു നോക്കൊന്ന് കാണുവാൻ വേണ്ടിയിട്ട് വരാനിരുന്ന ആ പ്രിയപ്പെട്ട യുവ കോമളൻ ഈ ലോകത്തോട് വിട പറഞ്ഞില്ലേ? 60 വയസ്സ് വേണമെന്നില്ല.